ബുക്ക് കാണിച്ചു വെച്ച മക്കളെ, ബുക്ക് കടച്ചു വെച്ച് നമുക്ക് സൈലന്റ് പ്രയർ എടുക്കണ്ടേ? ബുക്ക് കടച്ചു വെച്ചു സൈലന്റ് പ്രയർ എടുക്കാം. അർഷദ് ഏഞ്ചൽ മരിയയുടെ ട്രീസയുടെ ഒന്നും വീഡിയോ കാണാത്ത എന്താണോ? അർഷദ് മുഹമ്മദ് ഓക്കെ, ബുക്ക് കടച്ചു വെച്ചു സൈലന്റ് പ്രയർ. ഓക്കെ, ഓക്കെ, ശരി. അപ്പോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട് ഏതാണ്? അല്ല അക്മലെ, നീ പേടിക്കണ്ട, പുതിയ ആൾക്കാരാണ്. പുതിയ ആൾക്കാരൊന്ന് ഹലോ പറഞ്ഞോ അക്മലെ, പറഞ്ഞോ. കേട്ടില്ല, ക്വസ്റ്റ്യൻ കേട്ടില്ല. പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? ഈ പ്രൊജക്ടൈൽ എന്ന് പ്രൊജക്ടൈൽ മോഷൻ. എന്താണ് ഒരു പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞ ഐറ്റം? അത് ഇംഗ്ലീഷിൽ ഡിഫൈൻ ചെയ്യണം. അല്ല, അറിയാതെ വെറുതെ അറിയാവുന്ന പറഞ്ഞു. നമ്മൾ ജാവലിനൊക്കെ എറിയുമ്പോ ജാവലിക്ക് ഒരു എക്സാമ്പിൾ എന്തായിരിക്കും പ്രത്യേകത? അതെന്ന് പറയുമ്പോ ഇങ്ങനെ ശരി എനിക്ക് മനസ്സിലായി എന്താ പ്രശ്നം എന്നുള്ളത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ശരിയാവും. ഒന്ന് പറഞ്ഞേ, മറ്റേ മൈൻഡ് പീസ് എന്താണ് പ്രൊജക്ട് എന്ന് ചോദിച്ചാൽ എങ്ങനെയാ പറയുന്നത്? മൈൻഡ് പീസ് സാർ, എന്താണ് ഒരു പ്രൊജക്ട് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? രണ്ട് വെക്ടർ ഉണ്ടാവും, രണ്ട് വെക്ടർ റിസൾട്ടന്റ് ആയിട്ട്. പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊജക്ടൈൽ? സച്ചിനെ, എന്താണ് പ്രൊജക്ട് എന്ന് വെച്ചാൽ അങ്ങനെയല്ലോ മായനൊക്കെ. ബാസിലെ എന്താണ് പ്രൊജക്ട്? എന്താണ് പ്രൊജക്ട്? പുറത്തു വെച്ചാൽ എന്താ പ്രൊജക്ട് എന്ന് പറയും ബാസിലെ? എങ്ങനെ? ഉയർത്തി കാണിക്കാന്നല്ലേ? അല്ലെ, അത് ശരി. പ്രൊജക്ട് എന്ന് വെച്ചാൽ പ്രൊജക്ടൈൽ എന്ന് വെച്ചാൽ എന്താ? പഠിച്ച പ്രൊജക്ട് അതൊരു മോഷൻ. ഏഞ്ചൽ മരിയ, what is that answer? Projectile is something that is thrown into air. If a body has initial velocity, then it will be moving only under the influence of gravity. അതാണ് നമുക്ക് വേണ്ട പോയിന്റ്. പ്രൊജക്ടൈൽ എന്ന് ചോദിച്ചാൽ വി ആർ സപ്ലൈയിങ് ആൻ ഇനീഷ്യൽ വെലോസിറ്റി. നമ്മളൊരു തുടക്കം പോലെ ഇനീഷ്യൽ വെലോസിറ്റി കൊടുക്കും. ഐ ഹാവ് റിട്ടൺ ഇറ്റ്. ഞാൻ പറഞ്ഞു നിങ്ങളോട് അത് എഴുതിത്തോളാൻ പറഞ്ഞപ്പോൾ എഴുതിയെടുത്തും ചെയ്തു. അത് ഇംഗ്ലീഷ് സെന്റൻസ് പറഞ്ഞില്ലെങ്കിൽ അതാണ് അതിന്റെ മെയിൻ അർത്ഥം. പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ സംതിങ് ത്രോൺ ഇൻ ടു ദ എയറിലേക്ക് എറിഞ്ഞു വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ദെൻ ഇറ്റ് മൂവ്സ് അണ്ടർ ഓൺലി ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. ഇതാണ് പ്രൊജക്ടൈൽ. അത് നിങ്ങൾ വേറെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. അത് സയന്റിഫിക് ആയിട്ട് നമുക്ക് പ്രശ്നം എന്താ അറിയോ? +1 ഫിസിക്സിന്റെ ചോദ്യങ്ങളും കെമിസ്ട്രി ചോദ്യങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആൻസർ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ഇക്വേഷനുമായിട്ടോ അല്ലെങ്കിൽ സയന്റിഫിക് നൊട്ടേഷനുമായിട്ടോ കണക്ട് ചെയ്യാൻ പറ്റും. പ്രൊജക്റ്റിൽ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ചെരിഞ്ഞു പോകും, വളഞ്ഞു പോകുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോ നിങ്ങൾ സമയം മുടക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതിനെ ഇക്വേഷനുകളും സെന്റൻസുകളും ഇതിനെ എന്ത് പോയിന്റാണ് ഞാൻ എഴുതേണ്ടതെന്ന് പറയാൻ വേണ്ടിയാ. ശ്രദ്ധിച്ചോളത്. ശരി, അപ്പൊ അത് നോക്കിയിട്ടില്ല എന്നർത്ഥം. അക്മല് പുതിയ ആളാണ്, എത്തി വരുന്നേ ഉള്ളൂ. മൈൻഡ് പീസ് നോക്കിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. മൈൻഡ് പീസ് പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. മോനെ, ബുക്ക് കിട്ടിയിട്ടില്ല അച്ഛനെ? വേറെ ഒരു ബുക്ക് അതെ ഈ ബെല്ലും നോക്കിയാൽ ഓക്കെ.
അപ്പൊ പേരെഴുതി വെച്ച് മായന്റെ വീട്ടിലേക്ക് വിളിച്ചു ചോദിക്കുന്ന പരിപാടികൾ അതങ്ങനെ നടക്കും കേട്ടോ. അതങ്ങനെ നടക്കാവുന്നതാണ്, സ്റ്റഡി കൂടെ നടക്കണത്. ഈ ഗുണം ഉണ്ടാവില്ല, ഇത് നിങ്ങൾ പഠിക്കൂല. ഓക്കെ, ശരി. പിന്നെ സന, ഈ പ്രൊജക്ടൈൽ മോഷന്റെ ഒരു പ്രത്യേകത, അതിന് ഒരു പ്രൊജക്ടൈൽ മോഷനിൽ പോകുന്ന ഒരു ബോഡിക്ക് 2 വെലോസിറ്റി ഉണ്ട്. ഒരു വെലോസിറ്റി 2ആയി നമ്മൾ തിരിക്കും. അത് ഏതൊക്കെ കമ്പോണന്റ് ആയിട്ടാ തിരിക്കുന്നത് സന? വെർട്ടിക്കൽ കമ്പോണന്റ് ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ഈ വെർട്ടിക്കൽ കമ്പോണന്റ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് പ്രത്യേകത എന്താ? ഈ വെർട്ടിക്കൽ കമ്പോണന്റ് ഏതാതിനകത്തെ ആംഗിൾ എവിടെ ഉണ്ടാക്കുന്നത്? ആംഗിൾ ആരുമായിട്ട് ഉണ്ടാക്കും? ഹൊറിസോണ്ടൽ ആയിട്ട് ഉണ്ടാക്കുന്നത് ആംഗിൾ. ഹൊറിസോണ്ടൽ കമ്പോണന്റ് പേരെന്താ വിളിക്കണേ? യു കോസ് തീറ്റ. യു കോസ് തീറ്റ. വെർട്ടിക്കൽ യു സൈൻ തീറ്റ. യു സൈൻ തീറ്റ. ശരി. ഷാമിൽ ഷേർജെ, മാക്സിമം ഹൈറ്റിന്റെ ഫോർമുല എന്താ നമ്മൾ ഡിറൈവ് ചെയ്തത്? ബുക്ക് അടച്ചു വെച്ചിട്ടുണ്ട്. ബുക്ക് തുറന്നിട്ട് പറയണ്ട കേട്ടാ. മാക്സിമം ഹൈറ്റിന്റെ ഫോർമുല. ശരി ശരി, ഇതൊന്ന് നോക്കാൻ നീ ക്ലാസ്സിൽ തന്നെ കേറണ തന്നെ നീ 5 മിനിറ്റ് കഴിഞ്ഞിട്ടാ. പിന്നെ അവിടെ നോക്കാൻ സമയം. ശരി. ഫിദ, എന്താ ഫോർമുല? ഫൈനൽ ഫോർമുല മാക്സിമം ഹൈറ്റിന്റെ? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ബൈ 2g. അതില് തീറ്റ മുഹമ്മദ് ഇർഷാദെ, തീറ്റാര ബുക്ക് നീക്കി വെച്ച നീ? തീറ്റാര ആംഗിള് ഏതാംഗിള്? ഹൊറിസോണ്ടലായിട്ടുള്ള. ശരി. ജി ആരാ? ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, എടുത്തോ. ബുക്ക് എടുത്തോ. ബാക്കി നോക്കാം. ഓക്കെ, ബാക്കി നമുക്ക് നോക്കാം. ഇന്നലെ പറഞ്ഞതിന്റെ ഐഡിയാസ് വെച്ചിട്ട് ബാക്കി. ശരി. അപ്പൊ ദുൽഫുക്കാറെ, നമ്മുടെ അവസാനം എന്താ പറഞ്ഞ? മാക്സിമം ഹൈറ്റ് പറഞ്ഞിട്ട് ലാസ്റ്റ് സാധനം പറഞ്ഞല്ലോ. അത് എങ്ങനെ അറിയുമ്പോ? 90 ആവുമ്പോ എന്താ സംഭവിക്കണേ? മാക്സിമം ഹൈറ്റിലേക്ക്. അതിന്റെ ഫോർമുല നമ്മൾ അതിന്റെ അകത്ത് ഉണ്ടാക്കിയെടുത്തു. ബൈ ഹാർട്ട് ചെയ്യണ്ട. ഇത് പിന്നെ വേണമെങ്കിൽ ബൈഹാർട്ട്, ചില കുട്ടികൾ ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഈ u²/2g എന്നുള്ളത് ചിലവർ ബൈഹാർട്ട് ചെയ്ത് വെക്കാറുണ്ട്. u²/2g. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, വേറെ ഒന്നുമില്ല. h = u² sin² θ/2g ആണ്. ഓക്കെ, അതില് h മാക്സിമം ആവുമ്പോ എന്ത് പോകുന്ന ഓർത്താൽ മതി? ഈ സൈന്റെ കമ്പോണന്റ് ഉണ്ടാവില്ല. അപ്പൊ ഓർക്കാൻ എളുപ്പമാണ്. ബൈഹാർട്ട് ചെയ്യണ്ട നിങ്ങൾ. ആവശ്യമില്ലാത്ത ഫോർമുലകൾ ബൈഹാർട്ട് ചെയ്താൽ മറന്നു. നമ്മൾ അടുത്ത ഇക്വേഷനിലേക്ക് പോകണം, അടുത്ത ഡെറിവേഷനിലേക്ക് പോകണം. എളുപ്പം. ഇനി ടൈം, അടുത്ത ഹെഡിങ് ഇതാണ് എന്റെ ടൈം ടു റീച്ച് മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഇപ്പൊ നമ്മൾ കണ്ട h മാക്സിൽ എത്താൻ എടുക്കുന്ന സമയം, ലെറ്റർ സ്മോൾ ലെറ്റർ t. ആരാ കണ്ടുപിടിക്കുന്നത്? കാണട്ടെ. ആരാ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് കാണട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞ ഐഡിയാസ് ഒക്കെ വെച്ചിട്ട് ആരാ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് കാണട്ടെ. കണ്ടുപിടിച്ചവരെന്ന് പറഞ്ഞെ. തോമസേ നോക്ക്, ഇന്നലെ ഞാൻ പറഞ്ഞ ഐഡിയ ആലോചിച്ച് നോക്ക് തോമസേ. ക്വസ്റ്റ്യൻ ആൻസറുകൾ മാത്രമല്ല, ആലോചിക്കട്ടെ. എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്ക്. ഏതാണ് മോഷൻ എന്ന് നോക്ക്. ഏത് ഇക്വേഷനുകളാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്ക്. കൈനമാറ്റിക് ആണോ സാധാരണയാണോ എന്ന് നോക്ക്. എങ്കിൽ ഏത് ഉപയോഗിച്ചാൽ എന്ത് കിട്ടും നോക്ക്. എല്ലാം ആലോചിച്ചിട്ട് ചെയ്തേ. കണ്ടേ, എന്തെങ്കിലും ഐഡിയ കിട്ടിയവര് പറ. ശരിക്കും ആലോചിക്കുക.
ഭീമാക്കെ പറഞ്ഞ പോലെ എന്താ ഐഡിയ തന്നെ? ഭീമ എന്താ കണ്ടുപിടിക്കുക? വെറുതെ ആലോചിച്ചോ. തെറ്റോ ശരിയൊക്കെ ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ ആലോചിച്ചാ മതി. ഭീമാക്കെ പറ. ഭീമാക്കെ വെറുതെ അഭിപ്രായം പറ. എന്താ കണ്ടുപിടിക്കണ്ടേ? മാക്സിമം ആയിട്ട്. അപ്പൊ ഏതാ ഒന്ന് പറഞ്ഞേ, ഈ ഫിഗറിൽ ഏതാ കണ്ടുപിടിക്കണ്ടേ? എവിടം വരെയുള്ള? ആ എ എന്നൊരു പോയിന്റ് എടുത്തു, ബി എന്നൊരു പോയിന്റ് എടുത്തു, സി എന്നൊരു പോയിന്റ് എടുത്തു. എവിടം വരെയുള്ള സമയം കണ്ടുപിടിക്കണ്ടേ? ആ എ ടു ബി എടുക്കുന്ന സമയം, എ മുതൽ ബി വരെ എടുക്കുന്ന സമയം, അതാണ് മാക്സിമം ഹൈറ്റ് എത്താൻ എടുക്കുന്ന സമയം. അപ്പൊ ഇത് ഏത് മോഷനാണ്? വെർട്ടിക്കൽ മോഷനാണോ ഹൊറിസോണ്ടൽ മോഷനാണോ ഭീമ? വെർട്ടിക്കൽ. തോമസേ, വെർട്ടിക്കൽ മോഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഏതെടുക്കണം എന്നാ പറയണ? വെലോസിറ്റി. തോമസേ, വെലോസിറ്റി 0. വെർട്ടിക്കൽ മോഷൻ പഠിക്കുമ്പോൾ ഏത് വെലോസിറ്റി എടുത്ത് പഠിക്കണം എന്നാ പറഞ്ഞ? അമാൻ പി. കേട്ടോ, ഇതൊന്നും ക്ലിയർ അല്ല. ഇന്നലത്തെ ടോപ്പിക് നോക്കിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട രീതിക്ക് നോക്കിയിട്ടില്ല. ഇറ്റ് ഈസ് യു സൈൻ തീറ്റ. മോളിലേക്ക് എടുക്കുമ്പോൾ യു സൈൻ തീറ്റ. അത് എന്താക്കി എടുക്കണം? ഇനീഷ്യൽ വെലോസിറ്റി യു സൈൻ തീറ്റ, ഫൈനൽ വെലോസിറ്റി 0 എന്നാണ് എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞാ ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദ വെർട്ടിക്കൽ മോഷൻ. വെർട്ടിക്കൽ മോഷൻ ആകുമ്പോൾ അങ്ങനെയാണ് പഠിക്കുന്നത്. അങ്ങനെയല്ല ഇപ്പൊ നമ്മൾ ചെയ്തത്. അപ്പൊ ഓക്കെ, എന്ത് കണ്ടുപിടിക്കണം? എന്തൊക്കെ ഉണ്ട്? അപ്പോ നമുക്ക് വി ഉണ്ട്, യു ഉണ്ട്, പിന്നെ ആക്സിലറേഷൻ ഉണ്ട്. എന്താ കണ്ടുപിടിക്കുന്നത്? ടി ആ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അപ്പൊ ഏത് ഫോർമുല ആയിരിക്കും ബെസ്റ്റ്? അനന്തു പി എം, ഏത് ഫോർമുല ആയിരിക്കും ബെസ്റ്റ് അങ്ങനെയാണെങ്കിൽ? എന്താ കണ്ടുപിടിക്കുന്നത്? ടി കണ്ടുപിടിക്കണം. ഓക്കെ, ടി കണ്ടുപിടിക്കണം. നോർമൽ ഫോർമുല. ആ നോർമൽ ഫോർമുല വെച്ച് ഏതാ ഫോർമുല പറഞ്ഞോ? കൈനമാറ്റിക് ഉപയോഗിക്കണ്ടേ? എന്തു ഇത് എങ്ങോട്ടാ മോഷൻ? മുകളിലോട്ട്. വെർട്ടിക്കൽ മോഷനിൽ ഏത് ഉപയോഗിക്കണം എന്ന് ഞാൻ ഇന്നലെ കൃത്യമായി പഠിപ്പിച്ചല്ലോ മോനെ. ഇത്ര സമയം കളഞ്ഞാ പഠിപ്പിച്ചെന്ന്. വെർട്ടിക്കൽ മോഷൻ എന്ത് ടൈപ്പ് മോഷനാണ് പഠിപ്പിച്ചത്? ആമിന വെർട്ടിക്കൽ മോഷൻ എന്ത് മോഷനാണ് പഠിപ്പിച്ചത്? മുകളിലേക്കുള്ള മോഷൻ എന്ത് ടൈപ്പ് മോഷനാണ് ഞാൻ കൃത്യം പറഞ്ഞു തന്നിരുന്നു. നിങ്ങളോട് എഴുതി വെക്കാൻ പറഞ്ഞിരുന്നു. യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷനാണ്. നിങ്ങൾ എഴുതി വെച്ചിട്ട് കാര്യമില്ലെന്ന്. നിങ്ങൾ ആ പറയുന്ന ഐഡിയ ആണ് ഫിസിക്സും മാത്സും കെമിസ്ട്രിയും. ഇത് വീട്ടിൽ പോയിരുന്ന് ഉറപ്പിച്ചിട്ട് ആ ഐഡിയയുമായി അടുത്ത ദിവസം തന്നെ നിങ്ങൾ ഇങ്ങനെയൊന്ന് ശീലിക്കുക. നിങ്ങളിത് ക്വസ്റ്റ്യൻ ആൻസറോ പഠിക്കുന്നതോ ബേർഡനായിട്ടോ ചിന്തിക്കല്ലേ. അയ്യോ കുറെ സാധനം പഠിക്കാനുണ്ടെന്നല്ലേ ചിന്തിക്കല്ലേ. കുറെ ഐഡിയ കിട്ടി, ആ ഐഡിയ ഇന്ന് ഉറപ്പിച്ച് നാളത്തേക്ക് വാ. അപ്പൊ ഈ ഐഡിയ വെച്ചാൽ നാളെ ചെയ്യാം. ഇങ്ങനെ ഒരു ശീലമാക്കി നോക്കി, അത് എളുപ്പമാവും. അങ്ങനെ ചിന്തിച്ചു നോക്കും പോസിറ്റീവായിട്ട്. അല്ലെ പഠിക്കുക, ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുക, ഫിസിക്സ് കുറെ പഠിക്കാനുണ്ട് എന്ന് ചിന്തിക്കല്ലേ. കുറച്ച് ഐഡിയ ഇന്ന് കിട്ടിയിട്ടുണ്ട്, ഐഡിയ ഞാൻ നല്ല ഭംഗിയായിട്ട് നാളത്തേക്ക് വരും ഐഡിയയുമായിട്ട് എന്ന് ചിന്തിക്കും. അപ്പൊ ടി വി ഇസ് ഈ കൈനമാറ്റിക്കേ ഉപയോഗിക്കാവുള്ളൂ. എ ഇസ് ദയർ, എ ഇസ് ഇക്വൽ ടു മൈനസ് ജി, ഇറ്റ് ഈസ് ദയർ. കൈനമാറ്റിക്കേ ഉപയോഗിക്കാവുള്ളൂ. അപ്പൊ ഏത് ഫോർമുല? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. കുറെ കുട്ടികൾ ഇത് ഞാൻ എല്ലാം അറിയാവുന്ന കുട്ടികളോട് ചോദിച്ചിട്ടില്ല, അവര് പറയൂ ഇത്. കാരണം അവർ ഇന്നലെ പോയി നോക്കിയിട്ടുണ്ട്. ഞാൻ കുറെ പേരെ റീഡ് ചെയ്യണയാ, അമ്മാനെയും ഈ എല്ലാവരും റീഡ് ചെയ്യണേത് ഇതിനകത്തുനിന്ന്. അപ്പൊ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. സോ യു ക്യാൻ ഫൈൻഡ് ഈസിലി ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. 0 is equal to u sin theta plus minus g into t. ആരാ വേണ്ടേ? ടി എന്നുള്ള സാധനം വേണ്ടേ? ആയിക്കോട്ടെ, ഇയാളെ നേരെ ഇപ്പുറത്തേക്ക് വിട്. അപ്പൊ ഏതെങ്കിലും സ്റ്റെപ്പ് സംശയം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കും കേട്ടോ. നെഗറ്റീവ് ജി എന്ന് പറയുമ്പോൾ വരുമ്പോൾ നമുക്ക് പോസിറ്റീവ് ആക്കാം. അപ്പോ ജി ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു യു സൈൻ. ആരാ വേണ്ടേ? ടി ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ബൈ ജി. ഫോർമുല ബൈ ഹാർട്ട് ചെയ്യേണ്ട ഫോർമുലയാണ്. അപ്പൊ തന്നെ ചോദിക്കും, അപ്പൊ തന്നെ ചോദിച്ചോ. ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യണ്ട. മനസ്സിലാവാതെ ഒരു നിമിഷം പോലും നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട.
അപ്പൊ ആനന്ദേ, എന്റെ ആനന്ദ ബസ്സിലേക്ക് കയറി വന്നേ, ബാക്കിൽ നിന്ന് ഇറങ്ങി പോയെ. ചോദിക്കട്ടെ ആനന്ദേ, അടുത്താണോ നിൽക്കുന്നത്? ഈ ആരൊക്കെ ലെറ്ററുകളൊന്ന് പരിചയപ്പെടുത്തിക്കേ. ആരാണ് യു? യു ഇനിഷ്യൽ വെലോസിറ്റി. സൈൻ തീറ്റ. തീറ്റ ആരാണ്? മറ്റേ അടിയിലത്തെ ഒരു ഇത് അല്ല, ഹൊറിസോണ്ടൽ ഹൊറിസോണ്ടൽ. അങ്ങനെ പറഞ്ഞു. ജി? ജി മറ്റേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അങ്ങനെ പറയല്ലേ. ജിനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വിളിക്കല്ലേ. ജി ആരാണ്? ആക്സിലറേഷൻ അല്ല, മറ്റേ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നെ വിളിക്കുക. ഗ്രാവിറ്റി ഇർഷാദ് വിളിച്ച് അങ്ങനെ തന്നെ വിളിക്കണം ജിയെ. ഒരു സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, ഇതാണ് എന്റെ ഡെറിവേഷൻ. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ പറയും, ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. സംശയമുണ്ടോ എന്ന് ടീച്ചർമാർ ചോദിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ അതിന്റെ ഇടക്ക് തന്നെ പറയുക. മുന്നോട്ട് പോട്ടെ. അങ്ങനെയാണ് വേറൊരു സാധനം ചോദിക്കട്ടെ. ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കണേ. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താ? ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് ആലോചിച്ച് നോക്കി. എന്തായിരിക്കും ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ വാക്കിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞേ ഗൗരിയെ. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇപ്പൊ തന്നെ പഠിക്കോട്ടോ. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഉള്ള ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് പറക്കുക. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ അപ്പൊ എവിടം വരെ പോകണേയിരിക്കും? എ മുതൽ ബി വരെ. അപ്പൊ ബി മുതൽ സി വരെയോ? എ മുതൽ സി വരെ വരില്ലേ സർ? എ മുതൽ സി വരെ കേട്ടോ, അതാണ് പറക്കുന്ന സമയം. എവിടുന്ന്? എ മുതൽ ബി വരെ ഇല്ല, പിന്നെ ഏതോടെ കൂട്ടണം? ബി മുതൽ സി വരെ. അപ്പൊ എ ടു സി എടുക്കുന്ന സമയമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നുള്ള സാധനം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ആദ്യം ബുദ്ധിവേ, ഇപ്പൊ നമ്മൾ പറഞ്ഞ എവിടം വരെയാ? ടി എന്ന് പറഞ്ഞ ഇപ്പൊ നമ്മള് കണ്ടുപിടിച്ചില്ലേ ടൈം, അത് എവിടം വരെയാ? എ മുതൽ സി വരെ. എ മുതൽ സി വരെ അല്ല ഇപ്പൊ കണ്ടുപിടിച്ചത്. അതിന്റെ ഹെഡിങ് എന്താ കൊടുത്താണ് ഇപ്പൊ കണ്ടുപിടിച്ചതിന്റെ ഹെഡിങ്? ടൈം ഓഫ് ഫ്ലൈറ്റ്. എടാ ഇപ്പൊ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച ഹെഡിങ് എന്താന്ന്? ടൈം ടു റീച്ച് മാക്സിമം ഹൈറ്റ്. അതെവിടം വരെയാ? ടി യു സൈൻ തീറ്റ ബൈ ജി. അല്ലാതെ അത് എവിടം വരെയാണ്? എ മുതൽ ബി വരെ. ബി വരെ. ഇപ്പൊ ഏതാ കണ്ടുപിടിക്കണ്ടേ? എ മുതൽ സി വരെ. ബി അല്ല, ബി മുതൽ സി വരെ. ഇപ്പൊ എ മുതൽ ബി വരെയുള്ള കണ്ടുപിടിച്ചു. നമുക്ക് വേണ്ടത് എ മുതൽ സി വരെയുള്ളതാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഇവിടം വരെ വരാൻ എത്ര സമയം എടുത്തോ അത്രയും സമയം കൊണ്ട് ഇവൻ താഴത്തേക്ക് ചാടുള്ളൂ. അത് ഫിസിക്സിലെ വേറൊരു പ്രൂഫാണ്. നിങ്ങൾക്ക് അത് വേണ്ട, നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. ഒരു കല്ല് എന്തൊരു സാധനം എറിഞ്ഞ് എത്രയാണോ മുകളിലേക്ക് അവൻ എത്തിയത്, എത്ര സമയം കൊണ്ടാണ് എത്തിയത്, അത്രയും സമയം തന്നെയാണ് അവൻ താഴത്തേക്ക് വരാനുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് പറയാമോ ഹൗ വി ക്യാൻ ഫൈൻഡ് ദ ഫോർമുല ഫോർ ദ ടൈം ഓഫ് ഫ്ലൈറ്റ്? ആരാ പറയുക? How we can find the time of flight? ഞാൻ ഓൾറെഡി പറഞ്ഞു, എ മുതൽ ബി വരെ എന്താണ് സമയം എടുത്ത് അത്രയും സമയം തന്നെ ബി മുതൽ സി വരെ. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ മുതൽ? എ മുതൽ സി വരെ. അപ്പൊ സോ വാട്ട് ഈസ് ദ ഫോർമുല? എല്ലാവർക്കും പറയാം. വാട്ട് ഈസ് ദ ഫോർമുല? വാട്ട് വിൽ ബി ദ ഫോർമുല? ഇൻഡു ചെയ്യണം. എത്ര ഇൻഡു ചെയ്യണം? ഏതൊക്കെ ഇൻഡു ചെയ്യണം? 2 into u sin theta by g. 2 into t. അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അതാണ് ഞാൻ ക്യാപിറ്റൽ ടി എന്ന് കൊടുത്തത്. മറ്റേ സ്മോൾ ലെറ്റർ ടി ഞാൻ ബോധപൂർവ്വം കൊടുത്തതാ. നിങ്ങളുടെ സ്കൂളിൽ ചിലപ്പോൾ വേറെ ലെറ്റർക്ക് ഉപയോഗിക്കുക. അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണം. നിങ്ങൾക്ക് ഈ സാധനം തിരിയാതെ നിങ്ങൾ ഡെറിവേഷൻ പഠിക്കണ്ട, ഇക്വേഷൻ പഠിക്കണ്ട, ഒരു ടോപ്പിക്കും പഠിക്കണ്ട. ഫിസിക്സിലെയോ കെമിസ്ട്രിയിലോ മാത്സിലോ നിങ്ങൾക്ക് നിങ്ങളുടെ നോർമൽ ബുദ്ധി വെച്ച് തിരിയണം. നോർമൽ ബുദ്ധി ഉണ്ടല്ലോ ഒരു മനുഷ്യന്, അത് വെച്ചിട്ട് തിരിയണം. അത് തിരിച്ചു തരാനാണ് നിങ്ങൾ പേയ്മെന്റ് വീണ്ടും കൊടുക്കുന്നത് അധ്യാപകർ. റൈറ്റ്? അങ്ങനെ തന്നെ ചിന്തിച്ചു. വേറെ ഒന്നിനും വേണ്ടിയല്ല, നിങ്ങളെ പേടിപ്പിക്കാനൊന്നും വേണ്ടിയല്ല. 2 into t ആണ്. അത് എത്ര സമയം എടുത്തു? എ മുതൽ ബി വരെ അത്ര സമയം. അപ്പൊ മൊത്തം സമയം
കട്ടായില്ലേ? കട്ടായ ജസ്റ്റ് നമുക്ക് കട്ടായിട്ടുണ്ടാവും. കേട്ടോ പിള്ളേര്? കേട്ടോ? ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? ശരി. അപ്പൊ എന്തായി? ഡബിൾ ആക്കാനും പഠിച്ചാൽ മതി. അപ്പൊ അതും പഠിച്ചു. ഓക്കെ, മുന്നോട്ട് പോട്ടെ. ക്ലിയർ ആണ്? എന്തെങ്കിലും ചോദിക്കാണ്ടി പറഞ്ഞോട്ടെ അൽഫാസേ, എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞോളാം. പറഞ്ഞോ സാർ അതൊന്നും കൂടി പറയോ? ഏതാ? എവിടെയാ പ്രശ്നം? പറഞ്ഞേ, എവിടെയാ ട്രീസാ പ്രശ്നം? ഫസ്റ്റ് പോർഷൻ ലാസ്റ്റ് എനിക്ക് മനസ്സിലായില്ല. ലാസ്റ്റ് അതായത് ടി എടുക്കുന്നവരെ മനസ്സിലായി, സ്മോൾ ടി വരെ മനസ്സിലായി. മനസ്സിലായി. ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞ ട്രീസ? ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ അത് A to C വരെ വരെയുള്ള സമയം. അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. മൊത്തം എത്ര സമയവും പറക്കുന്നുണ്ട്. ഫ്ലൈറ്റ് വെച്ച പറക്കുക. ഫ്ലൈറ്റ് എന്ന് പറയില്ലേ, എയറോപ്ലെയിന്, അത് ഫ്ലൈറ്റ് പറക്കണ സ്ഥലമാണ്. അതേപോലെ എവിടം പോലെ പറന്നു എന്നാണ് ഫ്ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്ക് ട്രീസ, എ മുതൽ ബി വരെ എടുത്ത സമയത്തിന്റെ ലെറ്ററാണ് ടി, സ്മോൾ ലെറ്റർ ടി. ഇനി നമുക്ക് എ മുതൽ സി വരെ വേണ്ടത്. എ മുതൽ ബി വരെ എത്ര സമയം എടുക്കും അത്ര സമയം തന്നെ എടുക്കും ബി മുതൽ സി വരെ. അപ്പൊ ടോട്ടൽ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി കൂട്ടിയാൽ മതി. ടി പ്ലസ് ടി 2t. അത് 2 into t എന്ന് പറഞ്ഞാൽ മതി. ടി പ്ലസ് ടി ആണ് കറക്റ്റ്. ക്ലിയർ ആണോ ട്രീസ? ക്ലിയർ ആണോ? ക്ലിയർ സാർ. ക്ലിയർ. പറഞ്ഞോ പിള്ളേര് പറഞ്ഞോ. ഓരോരുത്തർക്കും ഓരോ പ്രശ്നമായിരിക്കും. അത് പറഞ്ഞോളൂ. അത് പറഞ്ഞു കഴിയുമ്പോഴേ പക്കയാവുള്ളൂ. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ പഠിച്ചു പോകും. ഒരു സംശയം മനസ്സിലുണ്ടാവില്ല. പിന്നെ വീട്ടിൽ പോയി ഒന്ന് എഴുതി നോക്കുക. എല്ലാ കോൺസെപ്റ്റ് ക്ലിയർ ആണ് നോക്കുക. നമുക്ക് അടുത്ത ദിവസത്തേക്ക് വരും. പിന്നെ ഇതെല്ലാം കൂടെ ബൈ വീക്കിലേക്ക് ഒന്ന് പഠിക്കുക. ഇറ്റ് ഈസ് ഓവർ. നോർമലി ഇറ്റ് ഈസ് ഓവർ. പറ മുന്നോട്ട് പോകും. അടുത്ത ഹാഫ് എടുക്കുമ്പോ അപ്പൊ യു വരലോ, യു 0 ആയി പോലെ. അല്ല പോലെ അത് നമ്മൾ നോക്കണ്ട. അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോലെ വീണ്ടും നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കണ്ട. അത് ഡിറൈവ് ചെയ്തെടുക്കാൻ വീണ്ടും പഠിക്കുക. യു 0 ആയിട്ട് വി കണ്ടുപിടിച്ചിട്ട് വീണ്ടും ഫോർമുല ഉപയോഗിക്കുക. ഇത് തന്നെ കിട്ടും. അതാ ഞാൻ പറഞ്ഞത്. ബി മുതൽ സി വരെ ഉള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കണ്ട. നീ ഇപ്പൊ സെയിം ടൈം എടുക്കുമെന്ന് പഠിച്ചാൽ മതി. നീ കണ്ടുപിടിക്കാൻ നിനക്ക് ചെയ്തു നോക്കാം. യു 0 ആയിട്ട് കൊടുക്കാം. അപ്പൊ വീണ്ടും വി വേറെ കണ്ടുപിടിക്കണം. അങ്ങനെ കുറെ പരിപാടികൾ ചെയ്ത കൈനമാറ്റിക് ഉപയോഗിച്ചാൽ വീണ്ടും കണ്ടുപിടിക്കാം. പണ്ട് നമ്മൾ 3-4 കണ്ടുപിടിച്ചിട്ടില്ലേ, അതുപോലെ ബി മുതൽ കണ്ടുപിടിക്കും. അപ്പോൾ ഇത് തന്നെ കിട്ടുള്ളൂ ടൈമിന്റെ ഇക്വേഷൻ. അതേ സമയം എടുക്കും. പിന്നെ നമ്മൾ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഇതിൽ എളുപ്പം അനന്തു. റൈറ്റ്? ശരി. അനന്തോട് സംശയമാവുന്നില്ല. അനന്ത് കുറച്ചുകൂടെ അടുത്ത ലെവൽ ചോദ്യങ്ങളാണ് കൂടുതൽ ചോദിക്കാറുള്ളത്. ഓരോരുത്തരുടെ നേച്ചറാണ്. പക്ഷെ ട്രീസ ചോദിച്ച പോലെ അവനവന്റെ പ്രശ്നമാണ് ചോദിക്കുന്നത് കേട്ടോ. വിടരുത്. കുറെ കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. സ്റ്റിൽ ഐ നോ ദാറ്റ് യു. എന്താ ആർക്കാ മനസ്സിലാവാത്തത്? എനിക്ക് ഓരോരുത്തരോട് ചോദിക്കാൻ പറ്റില്ല. അടുത്തതാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. ഇത് അടുത്ത കൺസെപ്റ്റാണ്. അപ്പൊ എല്ലാത്തിനും ഒരു സബ്പാർട്ട് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയോ? ഉണ്ടോ? അതിന് ഇക്വേഷൻ പഠിപ്പിക്കുക. അതിന് ചെറിയൊരു കഷ്ടം. അതേപോലെ എല്ലാത്തിനും സബ്പാർട്ട് ഇതിലുണ്ട്. അടുത്ത ഞാൻ പഠിക്കുകയാണ് ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. ക്യാപിറ്റൽ ലെറ്റർ ആർ. ഓക്കെ, ഇത് എന്തായിരിക്കും ആർക്കെങ്കിലും പറയാമോ? ഹൊറിസോണ്ടൽ റേഞ്ച് എന്തായിരിക്കും ആർക്കെങ്കിലും പറയാമോ? ഇപ്പൊ വാക്ക് കേട്ടിട്ട് പറയാമോ? ഹൊറിസോണ്ടൽ റേഞ്ച് ഇതാണ് മത്സരത്തിൽ അളക്കുന്നത്. ഇതാണ് മത്സരത്തിൽ. നീരജ് ചോപ്ര പൊക്കമല്ല അളക്കുന്നത്, എത്ര പൊക്കത്തിൽ എറിഞ്ഞു എന്നല്ല അളക്കുന്നത്. ഇതാണ് അളക്കുന്നത്. അപ്പൊ ഇത് എവിടം മുതൽ എവിടം വരെയുള്ള ദൂരമായിരിക്കും? ആരാ പറഞ്ഞത്? എവിടം മുതൽ എവിടം വരെയുള്ള ദൂരമായിരിക്കും? ആരാ പറഞ്ഞത്? എല്ലാവരും പറഞ്ഞു. ആരോണും ദുൽഫുക്കാറും ഭീമാ കരീമും എല്ലാവരും കൈപൊക്കണല്ലോ. ഇതിന് കൈപൊക്കാൻ പറ്റാത്ത എന്താ? തസ്കീൻ അടക്കം കൈപൊക്കണം. അക്മൽ അടക്കം. ശരി, ഒന്ന് പറഞ്ഞു നോക്കി. അക്മലെ എവിടം പോലെ എവിടം വരെയുള്ള ദൂരമായിരിക്കും? വെറുതെ പറഞ്ഞു നോക്ക്. തെറ്റി നോക്കുന്ന ആവശ്യം. രാവിലെ അറിയുവാണെങ്കിൽ അത് എറിയുന്ന പോയിന്റ് മുതൽ അപ്പുറം വീഴുന്ന അപ്പുറം വരെ. അപ്പൊ എവിടെ വരെ എന്ന് പറഞ്ഞു? നീ ഇവിടെ നമ്മുടെ ലെറ്ററുകൾ ചെയ്താ നമ്മള് പറഞ്ഞേ. യു മുതല് എ മുതല് സി വരെ. എ മുതൽ സി വരെയുള്ള ദൂരത്തിനാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഞാൻ ഓർക്കാൻ നിങ്ങൾക്ക് എളുപ്പം. റേഞ്ച് എന്ന് വെച്ചാൽ മൊബൈലിന്റെ റേഞ്ച്. മൊബൈലിന്റെ റേഞ്ച് എന്ന് വെച്ചാൽ എന്താ? ആരോടെ മൊബൈലിന്റെ റേഞ്ച് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മൊബൈലിന്റെ റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരിക്കും അർത്ഥം എന്താ? എന്താ ഈ റേഞ്ച് ഇല്ലാത്തതിന് കാരണം? ആരോടെ വീട്ടില് റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം എന്താ?
ആ ടവറിൽ നിന്ന് ദൂരെ മാറിയാ നിൽക്കണം. ടവറിന് ഒരു റേഞ്ച് ഉണ്ട്. ടവർ നിന്നാൽ ചുറ്റും റേഞ്ച് ഉണ്ട്. അതിന്റെ അപ്പുറം പോകുമ്പോൾ റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു. അതേപോലെ റേഞ്ച് വെച്ചാൽ ഇവിടെ എവിടം മുതൽ എവിടം വരെ പോയി. അപ്പൊ ഏത് തുടങ്ങി ഇപ്പം പറഞ്ഞ പോലെ ചെന്ന് അവസാനിച്ചത് അക്മൽ പറഞ്ഞു, ചെന്ന് അവസാനിച്ചത്. അപ്പൊ ഇതാണ് റേഞ്ച്. അപ്പൊ ഹൊറിസോണ്ടൽ കണ്ട നേരെയുള്ള റേഞ്ച് ഇതാണ് അളക്കുന്നത്. പ്രൊജക്ടൈൽ ഇതാണ് അളക്കുന്നത്. ഇത് അളന്നപ്പോഴാണ് ഏകദേശം ഇത്ര മീറ്ററിന്റെ അടുത്ത് നീരജ് ചോപ്രയ്ക്ക് ഉണ്ടായത്. അങ്ങനെയാണ് പ്രൈസ് കിട്ടിയത്. ശരി, അപ്പൊ ഇത് അളക്കണം. ആരെങ്കിലും ഒന്ന് പറഞ്ഞിരാവോ എന്ത് ഇക്വേഷൻ ആയിരിക്കും ഇവിടെ ഉപയോഗിക്കണേ? ആരെങ്കിലും ഒന്ന് കൈപൊക്കാവോ? കൈനമാറ്റിക് ആണോ ഉപയോഗിക്കണേ? അതാണ് എന്റെ ചോദ്യം. കൈനമാറ്റിക് ആണോ സാധയാണോ ഉപയോഗിക്കുന്നത്? കൈനമാറ്റിക് ആണോ സാധയാണോ? അങ്ങനെ കൈനമാറ്റിക് ആണെങ്കിൽ ഏത് ഉപയോഗിക്കും? എല്ലാവരും എന്തെങ്കിലും അഭിപ്രായം പറയുള്ളൂ. ഇഫ് യു ആർ ലൈവ് ഇൻ ദ ക്ലാസ് യു ക്യാൻ ഹാവ് എനി സജഷൻ, റൈറ്റ്? യു ഷുഡ് ഹാവ് സം സജഷൻ, റൈറ്റ്? കൃഷ്ണാനന്ദ ഒന്ന് പറഞ്ഞ. കൃഷ്ണാനന്ദ കൈനമാറ്റിക് ഉപയോഗിക്കണോ അതോ അങ്ങനെയാണെങ്കിൽ ഏത് കൈനമാറ്റിക് ഉപയോഗിക്കണോ അതോ കൈനമാറ്റിക് ഉപയോഗിക്കണ്ടേ? ഹൊറിസോണ്ടൽ റേഞ്ച് സാർ ഈ കൈനമാറ്റിക് ആണോ ഉപയോഗിക്കേണ്ടതെന്ന് അറിയണ എങ്ങനെയാ? അതാ ഞാൻ നിന്നോട് ചോദിച്ചത്. ഓക്കെ, ഞാൻ പറഞ്ഞ കേട്ടോ? പുള്ളിന് പറഞ്ഞ ശരിക്കും കേട്ടോ? ഒന്ന് പറഞ്ഞേ മൂസിനെ, ഒന്ന് പറഞ്ഞ മൂസിനെ കൈനമാറ്റിക് ആണോ അല്ലയോ? ഏതാ വേണ്ടേ? കൈനമാറ്റിക് അല്ല. അതാണ് കാരണം. കൈനമാറ്റിക് അല്ലാന്ന് തോന്നാൻ അല്ല, ഇവിടെ ഇപ്പൊ യൂണിഫോമില് ആക്സിലറേറ്റർ ഒന്നും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ദൂരല്ലേ? വാട്ട് ഈസ് യുവർ സജഷൻ ദുൽഫുഖാർ? കൈനമാറ്റിക് ആണോ അല്ലയോ? കൈനമാറ്റിക് അല്ല. ഇന്നലെ പറഞ്ഞപ്പോ കൈനമാറ്റിക് അല്ലാന്ന് പറഞ്ഞു. അബ്സല്യൂട്ട്ലി കേട്ടോ? കൈലാസനാഥൻ കേട്ടോ? നീ ചോദിച്ചില്ല എന്തുകൊണ്ടാണ്? ഞാൻ ഇന്നലെ കൃത്യമായി പഠിപ്പിച്ചിരുന്നു. എന്താണ് 2-2 വളരെ കൃത്യമായി ഞാൻ അത് എക്യുപ്പ് ചെയ്തു. 3/4 മണിക്കൂർ എടുത്തു ഞാനത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല അതാണ് നിങ്ങളുടെ പ്രശ്നം. ഹൊറിസോണ്ടലി ഉള്ളത് യു കോസ് തീറ്റ ആണ്. യു കോസ് തീറ്റ എന്താ ഞാൻ പറഞ്ഞത്? കോൺസ്റ്റന്റ് ആണ്. എഴുതി വെച്ചിട്ട് നോക്ക്, നിന്റെ ബുക്ക് ഉണ്ടാവും. നിന്റേതല്ല. നിനക്ക് സംശയം ഒരു ആപ്പിൾ ഒരു സ്ഥലത്ത് ചീഞ്ഞാൽ എല്ലാ സ്ഥലത്തും ആ ചീച്ചിലുണ്ടാവും. എവിടെയൊക്കെ കേടുന്ന ഒരു സ്ഥലത്ത് മാത്രമാണ് കേടാവില്ല. അതിന്റെ എഫക്ട് എല്ലാ സ്ഥലത്തും ഉണ്ട്. നിനക്ക് പറയാൻ പറ്റില്ല, പലർക്കും പറയാൻ പറ്റണില്ല. മൂസിൻ കൃത്യമായി പറഞ്ഞില്ല. മൂസിൻ അത്യാവശ്യം നല്ലപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ യു കോസ് തീറ്റ എന്ന് പറഞ്ഞ സാധനത്തെ ഇൻഡിപെൻഡന്റ് മാത്രമല്ല, ഞാൻ പറഞ്ഞത് അത് കോൺസ്റ്റന്റ് ആണ്. യു സൈൻ തീറ്റ ഇസ് ആൻ ആക്സിലറേറ്റഡ് മോഷൻ. മുകളിലേക്ക് പോകുന്നുണ്ട്. ഇത് മുകളിലേക്കല്ല പോകണം, വലത്തേക്കാ പോകണം. പരന്ന് സർഫസിൽ കൂടെ. അപ്പൊ അതിന് കോൺസ്റ്റന്റ് ആണ് ഞാൻ ഇന്നലെ പഠിപ്പിച്ചു. അപ്പൊ കൈനമാറ്റിക് വേണ്ട. സാധാ ഫോർമുല ഏതാ എടുക്കണ്ടേ എന്ന് പറഞ്ഞ? സാധാ ഫോർമുല എന്ത് ഫോർമുല അർഷത എടുക്കണ്ടേ? എനിക്ക് റേഞ്ച് എന്ന് വെച്ചാൽ ആരാ പോലെ ഇവിടെ? ഡിസ്പ്ലേസ്മെന്റ് ആണോ, വെലോസിറ്റി ആണോ, ടൈം ആണോ? റേഞ്ച് എന്ന് വെച്ചാൽ അർഷദ് ഇവിടെ വിളിച്ചാണ് പോലുള്ളത്. പറ. റേഞ്ച് എന്ന് വെച്ചാൽ വെലോസിറ്റി ആണോ, ഡിസ്പ്ലേസ്മെന്റ് ആണോ, ടൈം ആണോ? ഡിസ്പ്ലേസ്മെന്റ് ആണ്. റേഞ്ച് എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ റേഞ്ച് വെച്ചാൽ ആരാണെന്ന് എന്ത് പറയാം? ആദ്യം തന്നെ ഇറ്റ് ഈസ് വേണി സെന്റൻസ് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഒരു തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. എന്താണ് റേഞ്ച്? വാട്ട് ഈസ് എ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് ചോദിച്ചിട്ടുണ്ട്. 1 മാർക്ക്. അപ്പൊ ഇറ്റ് ഈസ് എ മാക്സിമം. നിങ്ങളുടെ ഭാഷ എഴുതിയാൽ മതി. ഇറ്റ്സ് എ മാക്സിമം ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പ്രൊജക്ടൈൽ during its time of flight. എനിക്കിപ്പോ തോന്നിയ സെന്റൻസ് ആണ് ഞാൻ എഴുതിയാട്ടെ. ഞാൻ ബുക്കിലൊന്നും ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടില്ല. കുട്ടികൾ ഈ ക്വസ്റ്റ്യൻസ് കാണാതെ പഠിക്കാൻ നിൽക്കരുത്. എന്നാലും കൃത്യ വാക്കുകൾ പോകാൻ പാടില്ല. മാക്സിമം ഡിസ്റ്റൻസ് കവേർഡ്. പറയും ഇറ്റ്സ് എ മാക്സിമം ഡിസ്റ്റൻസ് കവേർഡ്. അത് സഞ്ചരിച്ച മാക്സിമം ദൂരം ആര്? പ്രൊജക്ടൈൽ സഞ്ചരിച്ചു. എപ്പോ? ഡ്യൂറിങ് ഇറ്റ്സ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അവൻ പറന്ന സമയമുണ്ടല്ലോ, പറന്ന സമയം നമുക്ക് ആ സമയം കൊണ്ട് അവൻ എത്ര ദൂരം സഞ്ചരിച്ചു. അതാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. അതാണ് അളക്കുന്നത്. ഓക്കെ, ശരി. അപ്പോ അവൻ പറഞ്ഞ പോലെ നമ്മുടെ അർഷദ് പറഞ്ഞ പോലെ, അർഷദ് പറയണ പോയിന്റുകൾ നിങ്ങൾ പൂർണ്ണമായി തെറ്റാറില്ല. എന്തൊക്കെ നോക്കിയിട്ടാണ് വരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്.
കണ്ടുപിടിക്കേണ്ട ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് അപ്പൊ റേഞ്ച് ഈസ് ഈക്വൽ ടു, അപ്പൊ ഹൊറിസോണ്ടൽ റേഞ്ച് R ആണ് വെക്ടർ. R ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമുക്ക് വേണ്ടി എഴുതണേക്കാം എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെ തന്നിട്ടുണ്ട് ഹസ്ന നജീബ്? എന്തൊക്കെ തന്നിട്ടുണ്ട് ഹസ്ന? ടൈം ഉണ്ടോ? തന്നിട്ടില്ല. ടൈം തന്നിട്ടില്ല. ആർക്കാ അഭിപ്രായം? ഏഞ്ചൽ പറയാ. ടൈം തന്നിട്ടുണ്ട്. ഏഞ്ചൽ പറയാ. പറഞ്ഞേ ഹസ്ന പറഞ്ഞേ. ടൈം നമ്മള് നേരത്തെ കണ്ടുപിടിച്ചില്ലായിരുന്നു. ഏതാ? A to C വരെയുള്ള. അതാണ് എടുക്കണ്ടേ. കാരണം ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു A മുതൽ C വരെയുള്ള ടൈം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ T. നമ്മൾ കണ്ടുപിടിച്ച സാധനം. ചിലവർ TF എന്ന് കേൾക്കും സ്കൂളിൽ കേട്ടോ. TF എന്ന് കേൾക്കും. അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കരുത്. നിങ്ങൾ +1 കുട്ടികളാ, ഒന്നും കണ്ട് പേടിച്ചേക്കരുത്. ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് T എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ മോളെ. അപ്പൊ ടൈം വന്നിട്ടുണ്ട്. ഇനി വെലോസിറ്റി തന്നിട്ടുണ്ടോ? വെലോസിറ്റി അസ്ന, വെലോസിറ്റി തന്നിട്ടുണ്ടോ അസ്ന? ഇല്ല, തന്നിട്ടില്ല. ഏഞ്ചൽ മരിയ, ഞാൻ വെലോസിറ്റി തന്നിട്ടുണ്ടോ അവിടെ? അത് ഒരു വെലോസിറ്റി ആണോ ഫൈനൽ വെലോസിറ്റി ആണോ? എന്തെങ്കിലും തന്നിട്ടുണ്ടോ വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട്? ഇനീഷ്യൽ വെലോസിറ്റി. എന്താ എത്രയത്? ഫൈനൽ വെലോസിറ്റി എത്രയത്? 0 വന്നിട്ടുണ്ട്. ശരി. സന, what all things are given related with the velocity? എന്തൊക്കെ തന്നിട്ടുണ്ട് വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട്? ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഫൈനൽ വെലോസിറ്റി ഉണ്ട്. എത്ര ഇനീഷ്യൽ വെലോസിറ്റി? u cos θ. u cos θ. ഫൈനൽ വെലോസിറ്റിയോ? ഫൈനൽ വെലോസിറ്റി 0 അല്ലേ? വെലോസിറ്റി 0. അപ്പൊ കൈനമാറ്റിക്കൽ ഉപയോഗിക്കേണ്ട അതിനാണെങ്കിൽ? അല്ല, ഇത് യൂണിഫോം അല്ല, അപ്പൊ കൈനമാറ്റിക് ഉപയോഗിക്കണ്ട. ഡിസ്റ്റൻസ് എടുത്താൽ മതി. അല്ല പോലെ ഞാൻ ചോദിക്കട്ടെ, ശ്രദ്ധിച്ചോ. യൂണിഫോം ആണെങ്കിൽ പിന്നെ വെലോസിറ്റി കുറയോ? അപ്പൊ വെലോസിറ്റി 0 ആവോ? ഇല്ല, പിന്നെ 0 എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. ഞാൻ പറഞ്ഞുതരാം, കേട്ടോ. പിള്ളേർക്ക് എല്ലാവർക്കും മനസ്സിൽ സംശയങ്ങളുണ്ടാവും. ഈ സംശയങ്ങൾ ഇങ്ങനെ ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ പഠിപ്പിക്കുന്ന രീതി തന്നെ അങ്ങനെ ഇട്ടാണ്. ശരി കേട്ടോ. അത് തന്നെ ഞാൻ ബാക്കി ടീച്ചർമാരോട് കെമിസ്ട്രി മാത്സിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിപ്പിച്ചാൽ മതി. കുട്ടികൾ ആ റേഞ്ചിലേക്ക് വരട്ടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, കേട്ടോ. നോക്കി പിള്ളേരെ, ഞാൻ ഓൾറെഡി ടോൾഡ് യു. നിങ്ങൾക്ക് അറിയില്ലാത്ത കുട്ടികളൊന്നുമല്ല ഇത് ആൻസർ ചെയ്യുമ്പോൾ തെറ്റണേ. അപ്പൊ അതിന്റെ അർത്ഥം എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവുന്ന, കേട്ടോ. ഇവിടുന്ന് പിള്ളേരെ തുടങ്ങണേ. ഐ വിൽ ഷോ യു. കുറെ സ്ഥലങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, എവിടുന്നാ തുടങ്ങണേ? ഇവിടുന്നാ തുടങ്ങണേ. ഓക്കെ, ഇവിടെ നിന്നാണ് അവൻ തുടങ്ങുന്നത്. A എന്ന് പറഞ്ഞ പോയിന്റ് തുടങ്ങി C വരെ പോവാണ്. റൈറ്റ്, ഇങ്ങനെ പോവാണ്. A എന്ന് തുടങ്ങുമ്പോൾ എന്റെ വെലോസിറ്റി, ഹൊറിസോണ്ടൽ വെലോസിറ്റി u cos θ. u cos θ ആണ് A എന്ന് തുടങ്ങുമ്പോൾ വെലോസിറ്റി. ഇതൊരിക്കലും മാറൂല, അതങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്. അതിനെ ഞാൻ പറഞ്ഞ കൈനമാറ്റിക് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ ഓർക്കുമ്പോൾ ഏഞ്ചലൊക്കെ പറഞ്ഞ ഇവിടെ 0 ആവുന്നു. അവൻ എന്താ 0 ആവണമെന്ന് അറിയോ? താഴത്തേക്ക് ചെന്ന് ഇടിക്കുന്ന താഴത്തെ വെലോസിറ്റി ഇടിച്ചിട്ടാ ഇല്ലാണ്ടാവണം. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ചെന്ന് ഇടിച്ചാൽ അത് കളി വേറെ. ചെന്ന് ഇടിക്കുമ്പോൾ മാറുന്നത് നേരത്തെ പറഞ്ഞാൽ അപ്പൊ മറ്റേ വെലോസിറ്റി ഇല്ലാണ്ടാവും. ചെന്ന് ഇടിച്ചിട്ട് ഇല്ലാണ്ടാവണം നിങ്ങൾ എടുക്കണ്ട. ചെന്ന് ഇടിച്ചാൽ കളി മാറി, പ്രൊജക്ടൈൽ തീർന്നു അവിടെ. അതുകൊണ്ട് ഈ u cos θ തുടങ്ങിയിട്ട് അവസാനം വരെ ആര് തന്നെയാണ്? u cos θ ആണ്, മാറില്ല. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ കൈനമാറ്റിക് ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾ വീണ്ടും എഴുതിക്കോ ആവശ്യമുണ്ടെങ്കിൽ. കഴിഞ്ഞ ചാപ്റ്ററിലെ കോൺസെപ്റ്റ് ആണ്. വീണ്ടും വരെ കൈനമാറ്റിക് ഉപയോഗിക്കുന്നത് ഒരു തുടങ്ങിയ വെലോസിറ്റിയിൽ അല്ല അവസാനിക്കുന്നത്. എങ്കിലാ കൈനമാറ്റിക് ഉപയോഗിക്കണേ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് പറയും? വീണ്ടും ചോദിച്ചോളൂ, സംശയങ്ങൾ വിടരുത്. ഉറപ്പിച്ചാലേ എളുപ്പം. നിങ്ങൾക്കാണ് എളുപ്പം. അപ്പൊ എന്താണ് ഇവിടെ? ഏതാ വെലോസിറ്റി? u cos θ മാത്രമേ എടുക്കാവുള്ളൂ. ക്ലിയർ അല്ലേ? വീണ്ടും ചോദിച്ചോ. അപ്പൊ തന്നെ ചോദിക്കണം. എല്ലാം കഴിഞ്ഞിട്ട് ചോദിക്കരുത്. ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിക്കണ്ട. നിങ്ങൾ ഇപ്പൊ തന്നെ ചോദിച്ചോ. ഡീപ്പ് ഡൗട്ട് ഒക്കെ ആണെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് ചോദിച്ചു. അല്ലെങ്കിൽ തീരെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് കണ്ടുപിടിച്ചാൽ നിങ്ങൾ. എനിക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. നിങ്ങൾ എന്ത് ചെയ്യും? ഫോർമുല, ഏത് ഫോർമുല ഉപയോഗിക്കും? പറഞ്ഞേ ബീമക്കെ, ഏത് ഫോർമുല ഉപയോഗിക്കും? ഞാൻ ഒരു വെള്ളം തിളപ്പിക്കാൻ ഒന്നും
അത് മതി, അതാണ് നല്ലത്. പറയാ ഭീമാക്കേ. ഇല്ലേ ഭീമാക്കേ എവിടെ? ആള് പോയാ? ആനന്ദ് പി എം, ആനന്ദ് പി എം ഫോമുല because we have velocity is equal to displacement by time. കണ്ടുപിടിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ്, therefore displacement is equal to velocity into time. കണ്ടാ, ഞാൻ ഇത്രയും സമയം കളഞ്ഞ് നിങ്ങളോട് ചെയ്യിക്കുന്നത് എനിക്ക് ചെയ്യാറില്ലാത്തതുകൊണ്ടല്ല. ഇപ്പൊ ശ്രദ്ധിച്ചോളാം, നിങ്ങൾക്ക് അത് ഗുണം കിട്ടാനാട്ടോ. അപ്പൊ R is equal to, therefore R is equal to displacement range ആയി velocity u cos theta into Tf. Therefore R is equal to u cos theta into Tf ന്റെ വാല്യൂ പറ അൽഫാസെ. Tf ന്റെ വാല്യൂ പറ മോനെ. Tf നമ്മൾ കണ്ടുപിടിച്ചാണ് പറ മോനെ. അൽഫാസെ എവിടെ എത്ര സമയങ്ങളെയാണ് നോക്ക്. എടാ നമ്മൾ Tf ന്റെ ഇക്വേഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് പറ. 2u cos theta by 2u 2u sin theta by g. നിനക്ക് കോൺഫിഡൻസ് കുറെ വർദ്ധിക്കാനുണ്ട് കേട്ടോ. വീട്ടിൽ പോയി നീ ചുമ്മാ പഠിച്ചാൽ മതി, തന്നെ വർദ്ധിക്കും. നീ വീട്ടിൽ പോയി ശരിക്കും നോക്കി ഇന്നത്തെ പോർഷൻ ശരിക്കും ക്ലിയർ ചെയ്യാം. അപ്പൊ നിനക്ക് തന്നെ വർദ്ധിക്കും. അപ്പൊ ഇനി അത് മൾട്ടിപ്ലൈ ചെയ്യണം. യു ഇൻറ്റു യു ഒരുമിക്കും, യു സ്ക്വയർ. ഞാൻ പറയുമ്പോൾ ചെയ്താൽ മതി, അപ്പോൾ എളുപ്പമുണ്ടാവും. യു ഇൻറ്റു യു എടുക്കും, അപ്പൊ യു സ്ക്വയർ. എല്ലാം ഇൻറ്റു അല്ലേ, ഒരു പ്രശ്നമില്ല. ഈ കോസ് തീറ്റ മാറ്റി എടുത്ത് ഞാൻ ഇങ്ങനെ എഴുതും, ഇൻറ്റു 2 sin theta cos theta by g. ബൈ ജി ഒരുമിച്ചാക്കാം, അല്ലെ എല്ലാം ഇൻറ്റു അല്ലേ, ഒറ്റ ജി. അപ്പൊ യു സ്ക്വയർ 2 sin theta cos theta by g എന്ന് വരും. ഇതാണ് റേഞ്ചിന്റെ ഇക്വേഷൻ. തീർന്നിട്ടില്ല, ഞാൻ കുറച്ച് മാത്സ് ഉപയോഗിക്കാൻ പോവാ. മാത്സ് എന്താണെന്ന് അറിയാം കേട്ടോ പിള്ളേരെ. There is a formula in the trigonometry chapter, trigonometry, third chapter of your +1 mathematics. Formula എന്താണെന്ന് അറിയാം കേട്ടോ പിള്ളേരെ. 2 sin x cos x is equal to sin 2x. ഇതൊരു ഇക്വേഷൻ മാത്സിലുണ്ട്. 2 sin x cos x എന്ന് പറഞ്ഞാൽ sin 2x എഴുതാം എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. ഒരു 10-20 ഇക്വേഷൻ ഉണ്ട് ആ ചാപ്റ്ററിൽ. അതിലൊരു ഇക്വേഷൻ ആണ് 2 into sin x into cos x എന്ന് വെച്ചാൽ അതിനെ sin 2x എഴുതാന്ന് ഉണ്ടാ. അങ്ങനെയാണെങ്കിൽ ഈ ഫോമുല എന്ത് വരും ദുൽഫുക്കാരെ? യു സ്ക്വയർ ഇതെന്തായി വരും, ഇൻറ്റു u square into 2 sin u square sin 2x by g. sin 2 theta by g. തീറ്റ കണ്ടോ, എക്സിന്റെ സ്ഥലത്ത് ആരാ നമുക്ക് കിടക്കുന്നത് തീറ്റയാണ് എക്സിന്റെ സ്ഥലത്ത്. അപ്പൊ sin 2 തീറ്റ ബൈ ജി. ഈ യു സ്ക്വയർ ഇൻറ്റു എന്ന് എഴുതണ്ട കേട്ടോ, യു സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ഇൻറ്റു ഞാൻ മനസ്സിലാൻ വേണ്ടി എഴുതിയുള്ളൂ. അപ്പൊ റേഞ്ചിന്റെ ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് ഫൈനൽ ഇക്വേഷൻ? യു സ്ക്വയർ sin 2 തീറ്റ ബൈ ജി. പരീക്ഷയ്ക്ക് പൊതുവെ ഡെറിവേഷൻ ചോദിക്കുമ്പോ ചിലപ്പോ ഇത് മാത്രം ചോദിക്കും, ഹൊറിസോണ്ടൽ റേഞ്ച് മാത്രം. അപ്പൊ നിങ്ങൾ ഇത് മാത്രം എഴുതിയാൽ മതി. ടി എഫ് കാണാതെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, കാണാതെ പഠിക്കാതെ പറ്റൂല. കാരണം ഈ ഫോമിൽ കാണാതെ പഠിക്കണം. ഈ 3 ബോക്സിലിട്ട ഫോമിൽ നിങ്ങൾ കാണാതെ പഠിക്കണം. കാരണം അത് പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഉണ്ടോ, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നു, റൈറ്റ്? എന്നാൽ ഈ ഫസ്റ്റ് ഫോമുല പഠിച്ചിട്ട് ഇത് കാണാതെ പഠിക്കും നിങ്ങൾ ആദ്യം. എന്നിട്ട് യു സ്ക്വയർ ബൈ 2 ജി അതിനകത്ത് ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, ഇത് കാണാതെ പഠിക്കും, ഏതാ യു സൈൻ തീറ്റ ബൈ ജി. എന്നിട്ട് ഇത് കണ്ടു അതിനകത്ത് ഉണ്ടാക്കിയെടുക്കും. അത് 2 ഇട്ടാൽ മതി. അതുപോലെ ഹൊറിസോണ്ടൽ റേഞ്ച് ഇത് കാണാതെ പഠിക്കും, യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ചോളൂ, ചെക്കരുത്. ക്ലിയർ? ഇനി അടുത്തൊരു പോയിന്റിലേക്ക് ഞാൻ പോവാം. ഞാൻ ഇത് പറഞ്ഞപ്പോ തുടങ്ങിയപ്പോ എന്നോട് ആരാ പറഞ്ഞത് ഞാൻ ഓർക്കണില്ല. അതായത് ഒരു ജാവലിൻ എറിയുമ്പോ, അപ്പൊ ശരിക്ക് ഇപ്പൊ ഈ നീരജ് ചോപ്ര എറിഞ്ഞു എന്നൊക്കെ പറയുന്നത്, നീരജ് ചോപ്ര
ഇതാണ് മാക്സിമത്തിൽ എറിഞ്ഞത്, മാക്സിമം റേഞ്ചിൽ അദ്ദേഹം എറിഞ്ഞത്. അങ്ങനെയാണ് ഒളിമ്പിക് മെഡൽ റെക്കോർഡോട് കൂടി കിട്ടിയത്. അപ്പൊ എന്റെ ചോദ്യം ശരിക്കും ശ്രദ്ധിച്ചോ, ഇദ്ദേഹം എറിയുന്ന അല്ലെങ്കിൽ ഇദ്ദേഹം എറിയുമ്പോൾ പോകുന്ന ദൂരമാണിത്. അറിയില്ലാത്തവർ അതൊക്കെ എഴുതി വെച്ചോളൂ കേട്ടോ. എറിയുമ്പോൾ ഒരു ജാവലിൻ എറിഞ്ഞാൽ, ഒരു ഫുട്ബോൾ കിക്ക് ചെയ്താൽ ആ ഫുട്ബോൾ പോകുന്ന ദൂരം, എത്ര ദൂരം എറിഞ്ഞു, അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. അത് ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യണം? അക്കോർഡിംഗ് ടു ഇക്വേഷൻ ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്? അക്കോർഡിംഗ് ടു ഇക്വേഷൻ നോക്ക്, ഇക്വേഷൻ അനുസരിച്ച് ആരൊക്കെ ഇത് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞാൽ എന്തു, വെറുതെ എന്തു, ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്? ഇനീഷ്യൽ വെലോസിറ്റി. ഒന്ന് ഇനീഷ്യൽ വെലോസിറ്റി കണ്ടോ, അത് ഏതാ ലെറ്റർ? സ്ക്വയർ യു ആണ്. യു സ്ക്വയറിന്റെ യു എന്ന് പറഞ്ഞ ആള് ഏതാണ്? ഇനീഷ്യൽ വെലോസിറ്റി ആണ്, തുടക്കം കൊടുക്കുന്ന വെലോസിറ്റി. അതാണ് അയാളുടെ മസിൽ പവർ. അതാണ് അയാളുടെ മസിൽ പവർ. കാരണം ഇനീഷ്യൽ വെലോസിറ്റി കൂടുതൽ കൊടുക്കണമെങ്കിൽ നല്ല മസിൽ വേണം. നല്ല ഓടി വരുന്നത് എന്തിനാ? ജാവലിൻ പിടിച്ചത് ഓടി വരുന്നത് ഈ ഇനീഷ്യൽ വെലോസിറ്റി കൂട്ടാനാണ്. എറിയണ സമയത്ത് മാക്സിമം വെലോസിറ്റി കൊടുക്കണം. അതുവഴി നല്ല കൈക്ക് നല്ല പവർ വേണം, നല്ല മസിൽ വേണം. അതിനാണ് എത്ര പ്രാക്ടീസ് ചെയ്യുന്നത്. രണ്ട് പറഞ്ഞായിരുന്നു. പിന്നെ ആരാ ഡിപ്പെൻഡ്? തീറ്റ. വാട്ട് ഈസ് തീറ്റ? ആയിരുന്നു ആംഗിൾ. ആംഗിൾ മെയ്ഡ് ബൈ ദാറ്റ് വെലോസിറ്റി. ആ ചെരിഞ്ഞു പോകുന്ന ജാവലിൻ എറിയുമ്പോ ജാവലിൻ ഇങ്ങനെയാ പോണെങ്കിൽ ഗ്രൗണ്ടുമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ, ഇതാണ് തീറ്റ. ഇതിനാണ് പിള്ളേരെ പ്രാക്ടീസ് ചെയ്യണേ. ഇത് കൃത്യമായി കിടന്ന് എറിയണേ. അത് നമ്മൾ മസിൽ മാത്രം പിടിച്ചിട്ട് കാര്യമില്ല. ഇതിങ്ങനെ ലീവ് ജാവലിന്റെ തുമ്പ് ഇങ്ങനെ വന്ന് ഗ്രൗണ്ടിനോട് ചേർന്ന് നിൽക്കും. എന്നിട്ടാണ് ആ റിലീസ് ചെയ്യുന്നത്. റിലീസ് ചെയ്യുമ്പോൾ ആംഗിളിൽ ഭയങ്കര റോൾ ഉണ്ടെന്നാണ് ഇക്വേഷൻ കാണിക്കണേ. കണ്ടോ കണ്ടോ, ഇതാണ് ആംഗിൾ എന്ന് പറയുന്നത്. സൈൻ കഴിഞ്ഞിട്ട് എഴുതുന്ന ആളുടെയാണ് ആംഗിൾ എന്ന് പറഞ്ഞത്. സൈൻ കഴിഞ്ഞ് എന്ത് എഴുതിയാലും സൈൻ പി എക്സ് എഴുതി കൂട്ടിക്കോ ഒരാള്. ട്രിഗണോമെട്രി കേട്ടോ, ഇപ്പൊ മാത്സാ. ഞാൻ മാത്സ് ഇച്ചിരി പഠിക്കാതെ പറ്റൂല. സൈൻ പി എക്സ് എഴുതിയാൽ ഇതിന്റെ അർത്ഥം ഇതാണ് ആംഗിള്, പി എക്സ് ആണ് ആംഗിള്. അല്ല പണ്ടത്തെ പോലെ അല്ല നമ്മള് സൈൻ തീറ്റ ആംഗിളാന്ന് അറിയാം. സൈൻ 40 ആണ് ആംഗിള്. ഒരാൾ എഴുതാ സൈൻ 2x30 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ അറിയാം? ആംഗിൾ എത്ര? 60 ആണ് ആംഗിള്. അല്ലാതെ വേറെ ആ സൈൻ കഴിഞ്ഞിട്ട് എന്ത് വന്നാലും അത് ആംഗിളാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആംഗിൾ ഏതാ? 2θ. എന്റെ ചോദ്യം ഇനി വളരെ ഇമ്പോർട്ടന്റ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണെന്ന് അറിയാം. എത്ര ആംഗിളിൽ എറിഞ്ഞാലാണ് ഇത് ഏറ്റവും കൂടുതൽ ദൂരം പോണേ? ആർക്കെങ്കിലും പറയാമോ? ഐഷ ഞാൻ നേരത്തെ ആംഗിൾ എന്ന് പറഞ്ഞു. ഐഷ ഞാൻ ആംഗിൾ എന്ന് പറഞ്ഞു തുടങ്ങി. ഇപ്പൊ ആരാ ഞാൻ മറന്നു വരും, ഇപ്പഴാ ഓർക്കണം. ഐഷ കൈ പൊക്കിയിട്ടുണ്ട്. എത്ര ആംഗിളിലാണ് ജാവലിൻ എറിയേണ്ടത്? സോ ദാറ്റ് ഇറ്റ് റീച്ചസ് ദ മാക്സിമം റേഞ്ച്, സോ ദാറ്റ് യു മേ ബി ദ വിന്നർ. മസിൽ വേണം. രണ്ടുപേർക്ക് ഒരേ മസിലാന്ന് കൂട്ട്, ഒരേ ഫോഴ്സ് കൊടുക്കാൻ പറ്റുന്നുണ്ട്, ഒരേ കൈയുടെ പവറാന്ന് കൂട്ട് രണ്ടുപേർക്കും. ഒരാൾ രണ്ട് ആംഗിളിലാണ് എറിഞ്ഞത്. എത്ര ആംഗിളിൽ എറിയണവനാണ് അത് ഏറ്റവും കൂടുതൽ ദൂരം എറിയാൻ പറ്റുന്നത്? ഐഷ എന്ന് പറഞ്ഞ ഐഷ 45 ഡിഗ്രി. 45 എന്നാണ് ഐഷ പറയുന്നത്. എന്താ ഐഷ കാരണം? പ്രാക്ടിക്കലി കേട്ടക്കണയാണോ അതോ കഴിഞ്ഞ ക്ലാസ് 6 പഠിപ്പിച്ചപ്പോ കേട്ടെ? ഞാൻ പറഞ്ഞത് 45 എറിയുന്നത്. കറക്റ്റ് 45 കറക്റ്റ് 45 എറിഞ്ഞാൽ അവൻ, നമ്മുടെ മസിൽ ഉണ്ടല്ലോ ഇവിടെ, നമ്മുടെ മസിൽ പവർ വെച്ചിട്ട്, നമ്മൾ മാക്സിമം കൈക്ക് പവർ വെച്ചിട്ട് നമ്മൾ 40 എറിയാതെ കൂട്ട്, ഒരു 50 എറിയാതെ കൂട്ട്. ഏതാ ഈ ഡിഗ്രി? 47 എറിയാതെ കൂട്ട്, 45 എറിയാതെ കൂട്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരേ പവറിൽ 50-ലും 47-ലും 40-ലും 45-ലും കയറിയാൽ ഏറ്റവും കൂടുതൽ ദൂരം പോകുന്നത് 45 എറിയുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈ ഗോളി കിക്ക് എടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഗോളി കിക്ക് എടുക്കുമ്പോ, ഗോളി കിക്ക് എടുക്കില്ല ഫുട്ബോളിൽ, അല്ലെങ്കിൽ ഫ്രീ കിക്ക് എടുക്കും, അല്ലെങ്കിൽ സെന്ററിൽ നിന്ന് അടിക്കും ഒക്കെ നോക്കും. അവര് പ്രാക്ടീസ് വഴിയാണ്. ഗോളി കിക്ക് എടുക്കുമ്പോ അപ്പുറം പോസ്റ്റിൽ എത്തണം ബോൾ. അല്ലെങ്കിൽ കോർണർ കിക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു, അത് 45 എടുക്കാതെ ശ്രദ്ധിക്കൂ. അതിന് ചെരിച്ചടിക്കണം. കുത്തനെ ഗോളി അടിക്കുമ്പോ കുത്തനെ അടിച്ചാൽ ദൂരം പോകും, ഇല്ല നേരെ മോളിൽ പോയി അവിടെ തന്നെ ആകും. പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഗോളായിട്ടുണ്ട്, തിരിച്ചു ഗോൾ അടിക്കും. അപ്പൊ ചെരിച്ച് 45 അടിച്ചാൽ ഏറ്റവും ത്രോ ഒക്കെ ചെയ്യുമ്പോ 45 എറിയും. കണ്ട ഫുട്ബോളിന് ത്രോ
നിങ്ങൾ കണ്ടല്ലോ ചില കളിക്കാർ എറിയണണ്ട നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ചില പ്രാക്ടീസ് കളിക്കാർ എറിയണുണ്ടല്ലോ, അവര് നമ്മൾ ഫുട്ബോൾ കിക്ക് ചെയ്യണേക്കാൾ കൂടുതൽ ത്രോ ഇങ്ങനെ ബാക്കിലേക്ക് കൃത്യ 45 ബാസ്കറ്റ് ബോൾ ശ്രദ്ധിച്ചോ. ബാസ്കറ്റ് ബോൾ കണ്ടല്ലോ, അല്ല NBA ബാസ്കറ്റ് ബോൾ കളിക്കുമ്പോൾ അവരിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കൃത്യം ഇടുന്നത് 45 ദൂരം അങ്ങേറ്റത്തെ കൂടെ 45 പ്രൊജക്ട് ചെയ്യും. അപ്പൊ അതാണ് പഠിക്കണം അവര്, അത് പ്രാക്ടീസ് വഴിയാണ് അവർ പഠിക്കുന്നത്. 45 ആണ് അക്കോർഡിംഗ് ടു ഫിസിക്സ്. അതെങ്ങനെയാ വന്നേന്ന് ചോദിക്കും, ഞാൻ കാണിച്ചത് നോക്കി. നിങ്ങൾ ആലോചിച്ച് ഇത്തരം പ്രാക്ടിക്കലേ ഞാൻ പറഞ്ഞു. ഇനി ഇക്വേഷൻ അനുസരിച്ച് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് മാക്സിമം ആവണമെങ്കിൽ, അതായത് റേഞ്ച് മാക്സിമം ആവണമെങ്കിൽ, അപ്പൊ ഇത് യു ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മുടെ ഇതാണ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ആണ്. ജി ഇത് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എത്ര വന്നം, ഇവിടെ വാല്യൂ എത്ര വന്നം, ആരാ പറയണേ? എല്ലാവർക്കും പറയാലോ. ഇവിടെ എത്ര വന്നം വാല്യൂ, ഞാൻ പറഞ്ഞു ശരിക്കും ശ്രദ്ധിച്ചു, എല്ലാവർക്കും പറയാവുന്നതാ. ഇന്നത്തെ ക്ലാസ്സൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി സമയം ചെലവഴിച്ചെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാ. ഈ കോളത്തിന്റെ അവിടെ എത്രയായിരിക്കും മാക്സിമം വില വരുന്നത്? സൈനിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ വരുന്ന വാല്യൂ മാക്സിമം എത്രയായിരിക്കും? ആരാ മൂസിനെ ആരാ? 45. ക്ലിയർ അല്ലോ. വാല്യൂ ആണ് ഞാൻ ചോദിക്കുന്നത്. വാല്യൂ അത് ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന വില. ആനന്ദ് PM അത് sin 45 കാണണ്ടേ? അല്ല, ഞാൻ അങ്ങോട്ട് പോലെ, നിങ്ങൾ അങ്ങനെ പോലെ. ഞാൻ പറയാം ഞാൻ തിരിച്ചാ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് കേട്ടോ, അത് നിങ്ങൾക്ക് ട്രിഗണോമെട്രി പഠിക്കാത്തതിന്റെ കുറവ്. ഐ വിൽ ടെൽ യു പഠിക്കാൻ ഞാൻ പറഞ്ഞു. സൈൻ കേട്ടോ, സൈൻ 0 ഡിഗ്രി, സൈൻ 30 ഡിഗ്രി, സൈൻ 45 ഡിഗ്രി, സൈൻ 60 ഡിഗ്രി, സൈൻ 90 ഡിഗ്രി. ഇതിന്റെ വില എത്രയാ? സൈൻ 0യുടെ വാല്യൂ 0, 30 1/2, ഇത് 1/√2, ഇത് √3/2, ഇത് 1. ഇനി താഴത്തേക്ക് വീണ്ടും കുറയാൻ തുടങ്ങും. അങ്ങനെ 180 ആകുമ്പോൾ വീണ്ടും 0 ആവും. ഓക്കെ, ഞാൻ ചോദിക്കുന്നു സൈൻ ഡിഗ്രി നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ വന്ന എപ്പോഴാ? ഏറ്റവും കൂടുതൽ വാല്യൂ വന്നത് എപ്പോഴാ? വില വന്നത് എപ്പോഴാ? അമാൻപി വില വന്നത് എത്ര ഡിഗ്രി എടുത്തപ്പോഴാണ് വില വന്നത്? സൈൻ 0 എടുത്തപ്പോഴാണോ, 30 എടുത്തപ്പോഴാണോ, 45 എടുത്തപ്പോഴാണോ, 60 എടുത്തപ്പോഴാണോ, 90 എടുത്തപ്പോഴാണോ, 180 എടുത്തപ്പോഴാണോ? അത് അതിന്റെ മുകളിലേക്കൊക്കെ പോയാലും ഇങ്ങനെ തന്നെ കൂടുതൽ റിപ്പീറ്റ് ചെയ്യും. ഇതിങ്ങനെ കുറഞ്ഞു വരും, പിന്നെ കൂടി പോകും. ഏറ്റവും മാക്സിമം വന്ന എത്ര ഡിഗ്രിയില? അമാൻപി 180 എടുത്തപ്പോ 180 എടുത്തപ്പോ എത്ര വില വന്നേ? 180 എടുത്തപ്പോ സൈൻ 0 എടുത്തപ്പോ എത്രയാ വന്നേ? നിനക്ക് മനസ്സിലായിട്ടില്ല, നീ ചോദിക്കണമില്ല, അത് അപകടമാണ്. സൈൻ 0 എന്താന്ന് മനസ്സിലായില്ല എന്ന് നീ ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു കഴിയുമ്പോ തന്നെ ചോദിച്ചോളാം. പിന്നത്തേക്ക് വെച്ച് ഞാൻ എന്റെ ചോദ്യങ്ങൾ പുറകെ വരും. സൈൻ 0യുടെ വില എത്രയാ? വാല്യൂ 0. സൈൻ 30യുടെ വാല്യൂ 1/2. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സൈനിന്റെ വിലകളാണ് ഞാൻ മൊത്തം എഴുതിയാണ്. അപ്പൊ ഇവിടെ 90 ആണ്, കുറച്ച് അത് കുറഞ്ഞു ഈ വാല്യൂ 1 എന്നുള്ളത് കുറഞ്ഞു വീണ്ടും 0 ആവും. പിന്നെ കൂടി കുറച്ച് വീണ്ടും 1 ആവും. 270 പോകുമ്പോ പിന്നെ വീണ്ടും കുറയും. 360 ആകുമ്പോൾ വീണ്ടും 1 ആവും, 0 ആവും. അപ്പൊ സൈനിന് എത്ര ഡിഗ്രി എടുക്കുമ്പോഴാണ് മാക്സിമം വാല്യൂ കിട്ടുക? എത്ര മാക്സിമം വാല്യൂ സൈനിന്റെ? 90. എടാ സൈനിന്റെ വാല്യൂ എത്രയാണ് മാക്സിമം വാല്യൂ? ഏതാ? 1 2 3 4, ഈ അഞ്ചാമത്തെ നോക്കിയ 1. സൈനിന്റെ മാക്സിമം വാല്യൂ 1 ആണ്. ഇത് ട്രിഗണോമെട്രി പഠിക്കാത്തോണ്ടാണ് നിനക്ക് കുറവ്, പ്രശ്നമില്ല. പക്ഷെ തിരിയണില്ലെങ്കിൽ അപ്പൊ തന്നെ പറഞ്ഞോളൂ, തിരിയണില്ലാത്ത സാധനം എനിക്ക് മനസ്സിലാവും. ട്രീസൊക്കെ പറയുമ്പോൾ അപ്പൊ തന്നെ പറഞ്ഞു. അപ്പൊ സൈനിന് വരാവുന്ന മാക്സിമം വാല്യൂ എത്രയാ? 1 ആണ്. വാല്യൂ ആണല്ലോ സൈൻ എന്ന് പറഞ്ഞ സാധനം. അപ്പൊ കിട്ടുന്ന വില. അപ്പൊ ഇവിടെ വരാവുന്ന മാക്സിമം വാല്യൂ എത്രയാ? 1. ഇവിടെ വരാവുന്ന മാക്സിമം വാല്യൂ 1 ആണ്. ഇത് മൊത്തം പോയിട്ട് അവിടെ എന്ത് വരും? 1 വരാം. അതിൽ കൂടുതൽ വരാനില്ല. അപ്പൊ റേഞ്ച് മാക്സിമം ആവുന്നത് എപ്പോഴാണെന്ന് നമ്മൾ എപ്പോ പറയും? റേഞ്ച് മാക്സിമം ആവുന്നത് ഇവിടെ എന്ത് വന്നം? ഇവിടെ 1 വന്നം. കണ്ടാ? അപ്പൊ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാ അറിയാം? പറയുന്ന സെന്റൻസ് ഇതൊക്കെ തിരിയണ രീതിക്ക് എഴുതിക്കൊള്ളുണ്ട്. ഞാൻ ഫുള്ള് മാത്സാ പറഞ്ഞത്. നമ്മളിപ്പോ എന്താ? range will be maximum if r equal to 1, sin 2 theta equal to 1.
റേഞ്ച് മാക്സിമം എപ്പോ സൈൻ 2θ എന്താകുമ്പോൾ 1 ആകുമ്പോൾ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഹസ്ന സുജീറോട് എന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഹസ്ന സൈൻ 2θ 1 ആവണമെങ്കിൽ തീറ്റ എത്രയാവണം ഹസ്ന? നമുക്ക് ആവശ്യം തീറ്റയല്ലേ? ഹസ്ന അഭിപ്രായം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ ഹസ്ന, ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ, ക്ലിയർ ആണ് ഹസ്ന പറഞ്ഞത്? കേട്ടോ പിള്ളേര്? റേഞ്ച് മാക്സിമം ആവുന്ന എപ്പോഴാണ്? സൈൻ 2θ 1 ആവുമ്പോൾ. ശരി, സൈൻ 2θ 1 ആവണമെങ്കിൽ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം ഹസ്ന? 1 ആവണമെങ്കിൽ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം ഹസ്ന? ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ പറയുമ്പോൾ ചിന്തിച്ചാൽ മതി, വേറെ ചിന്തിക്കണ്ട. വാല്യൂ 1 ആവണമെങ്കിൽ ആംഗിൾ എത്ര ആവണം? ഇവിടെ നോക്ക്, വാല്യൂ 0 ആവണമെങ്കിൽ ആംഗിൾ എത്ര ആവണം? അച്ഛനാണ് റേഞ്ചിന്റെ പ്രശ്നമുണ്ട്, എപ്പോഴും ഡിലേ ആണ്. അത് ശരിയാക്കണ്ട പോലെ ചെക്ക് ചെയ്യണം എന്താ പ്രശ്നം. തന്നെ ഓണാക്കിയിട്ട് ഗൂഗിളിൽ പറ്റിയിട്ട് ചെക്ക് ചെയ്യണം എന്താ പ്രശ്നം. കുറെ കഴിഞ്ഞിട്ടാ കേൾക്കണം. വാല്യൂ 0 ആവണമെങ്കിൽ ആംഗിൾ എത്ര ആവണം? വാല്യൂ 1 ആവണമെങ്കിൽ ആംഗിൾ എത്ര ആവണം? 90 ആവണം, അങ്ങനെ പറ. അപ്പൊ വാല്യൂ 1 ആവണമെങ്കിൽ, അപ്പൊ സൈൻ 2θ എന്താണ് 1 എന്നാ പറഞ്ഞേക്കണം. സൈൻ 2θ 1 ആവണമെങ്കിൽ ആംഗിൾ എത്രയാവണം? ആംഗിൾ 90 ആവണം. ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ എന്ന് പറഞ്ഞ ഗൗരിയെ, ഈ സൈൻ 2θ ഞാൻ എഴുതിയാക്കണമെങ്കിൽ ആംഗിൾ ആരാ? ആംഗിൾ 90 ഡിഗ്രി. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ സൈൻ 2θ ഞാൻ എഴുതിയിരിക്കുന്നതിൽ ആംഗിൾ ഏതാ? തീറ്റ. 2θ അല്ല, 2θ അങ്ങനെ പറയണം. അതാ ഞാൻ ഇതിനു മുമ്പ് ഞാനിതൊക്കെ പറഞ്ഞിട്ടേ ഞാൻ ഇതൊക്കെ പഠിപ്പിക്കണേ, അങ്ങനെ മെത്തേഡിലെ ഞാൻ പഠിപ്പിക്കണേ. അപ്പൊ ആര് ശ്രദ്ധിച്ച് നോട്ട് എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റുമെന്ന്. ഒരു ബന്ധമില്ലാതെ ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച പോലെ ചില കുട്ടികൾ ഇതുപോലെ പഠിച്ചിട്ടുണ്ട്, അവർ പ്രശ്നമില്ല. 90% കുട്ടികൾ ഇങ്ങനെയല്ല പഠിച്ചാക്കണേ, എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് പഠിച്ചു പോണേ. പറഞ്ഞോ. ഈ 2θ = 1 എന്നല്ലേ പറഞ്ഞേക്കണേ? അപ്പൊ തീറ്റ 30 അല്ലേ വന്നെ? ഞാൻ പറയാം. എന്താ തീറ്റ 30 വരാൻ കാരണം? അല്ല, 2 തീറ്റയുടെ വാല്യൂ ആണ് 1, അപ്പോ 30 1/2 അല്ലേ? ഞാൻ പറയാം അങ്ങനെ ചിന്തിക്കുന്നത് എങ്ങനെ പറഞ്ഞ നോക്കിയോ. അപ്പൊ ഞാൻ പറയുമ്പോൾ ആലോചിച്ചോ. ഇപ്പൊ ഗൗരി പറഞ്ഞ പോലെ സൈൻ 2θ 1 ആവണം. സൈൻ 2θയുടെ വില എന്താവണം? നമ്മൾ 1 ആവണം. അപ്പൊ ഇവിടുത്തെ ആംഗിൾ ഏതാ? 2θ ഉണ്ടോ? അപ്പൊ ഇപ്പോ നിങ്ങൾ സനയൊക്കെ ചോദിച്ചു വെച്ച് നമ്മൾ കണക്ട് ചെയ്യാൻ നമ്മൾ പറയും ആംഗിൾ 2θ ആണ്. അപ്പൊ ആംഗിൾ എത്രയാവണം? ഫോർ ദാറ്റ് 2θ എത്രയാവണം? ആംഗിൾ 90 ആവണം. ആംഗിളല്ലേ 90 ഡിഗ്രി ആവണം. ശരി, അപ്പൊ ആംഗിൾ ആരെ എടുത്ത്? 2θ ആണ് ഇക്വേഷനിലെ ആംഗിൾ. ആ സൈൻ കഴിഞ്ഞിട്ട് കിടക്കുന്ന ആൾക്കാരാണ് ആംഗിൾ എന്ന് പറഞ്ഞത്. അത് 2θ ആണ്. അപ്പൊ നമുക്ക് വേണ്ട ഏതാ? സന എന്ന് പറഞ്ഞ പോലെ. അപ്പൊ നമുക്ക് വേണ്ട ആരാ? എന്റെ ചോദ്യം 2θ അല്ലേ? നമുക്ക് പരിചയമുള്ള ആളാരാ? തീറ്റ. therefore തീറ്റ അപ്പൊ എത്രയാവണം? ഈ 2നെ അപ്പുറത്തേക്ക് കൊടുക്കും. അപ്പൊ എത്രയാവണം? 90/2 ആരാവും? അപ്പൊ എന്തിപ്പോ മനസ്സിലായി? റേഞ്ച് മാക്സിമം ആവുന്നത് എപ്പോഴാ? when the projectile is projected with an angle of 45 degree with the horizontal. ഇങ്ങനെ തന്നെ പറയണം. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയാണ്. അത് കൃത്യമായി നീറ്റായി എഴുതണം. എഴുതാൻ പറ്റണില്ല, മനസ്സിലാവില്ലെങ്കിൽ എന്നോട് ചോദിക്കണം. അപ്പൊ എന്താണ് വേണ്ടത്? സച്ചിൻ വലിയ വർക്ക് ചെയ്യല്ല. അപ്പൊ എത്രയിൽ എറിയണം? അപ്പൊ നിങ്ങളോട് ചുമ്മാ നിങ്ങൾ ചോദിക്കുമ്പോ എന്തെങ്കിലും വലിയ വർക്ക് ഇല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അപ്പൊ എന്ത് മനസ്സിലായി? തീറ്റ 45 എറിയുമ്പോഴാണ് മാക്സിമം ദൂരം പോകുന്നത്. നമ്മൾ പ്രൂവ് ചെയ്തു. എങ്ങനെ? പ്രാക്ടിക്കലി അല്ല, ഇക്വേഷൻ വഴി പ്രൂവ് ചെയ്തു. ചോദിക്കും, പ്രശ്നമുണ്ടെങ്കിൽ പറ. പ്രശ്നം
കുഴപ്പമില്ല. ശരി, ക്ലിയർ. എങ്കിൽ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ് ഇനി നമുക്ക് ആവശ്യം. എക്സർസൈസ് എടുത്ത് അതിന് മുമ്പ് ഒരു കാര്യം എക്സാമ്പിൾ 4.9. എക്സാമ്പിൾ 4.9 ആർക്കും ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്ത? സച്ചിനെ ആർക്കവിടെ പുതിയ പിള്ളേർക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ആ ടെക്സ്റ്റ് ബുക്ക് 4.9 അല്ലേ സാർ? 4.9. അത് അതിന് ആൻസർ അങ്ങോട്ട് പൊത്തുപിടിക്കും. ആൻസർ നോക്കിക്കൊണ്ട് നിങ്ങൾ എഴുതരുത്. അവരുടെ നൊട്ടേഷൻ ഒക്കെ വേറെയാണ്. ആൻസറിലേക്ക് നോക്കുകയേ ചെയ്യരുത്. പറഞ്ഞോ. CBSE ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ എത്രയാണെന്നറിയോ? CBSE ടെക്സ്റ്റ് ബുക്ക് എല്ലാം സെയിം ആണ്. മറ്റേ NCERT ഉപയോഗിച്ചാണ്. കാണിച്ച ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കാണിച്ചേ. കാണിച്ച ബുക്ക് കാണിച്ചത്. അത് തന്നെ. പാർട്ട് 1 ആണ് പാർട്ട് 2 ആണ് എടുത്താണ്? പാർട്ട് 1. പാർട്ട് 1 പേജ് നമ്പർ 79. സെയിം ടെക്സ്റ്റ് ആട്ടോ. CBSE സ്റ്റേറ്റും സെയിം ടെക്സ്റ്റ് ബുക്ക്. 10ാം ക്ലാസ് വരെ അല്ല, +1 +2 എല്ലാം സെയിം ആണ്. രണ്ടും ഒന്നാണ്. കിട്ടിയാ? 79 എക്സാമ്പിൾ 4.9. ആൻസർ പൊത്തു പിടിക്കും ചെയ്യേ. ശരിക്കും ക്വസ്റ്റ്യൻ വായിക്കും. ആരോട് ക്വസ്റ്റ്യൻ കിട്ടിയാ? ടെക്സ്റ്റ് ബുക്ക് അവിടെ ടെക്സ്റ്റ് ബുക്ക് ഇന്ന് മേടിക്കും. പ്രിന്റ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഇന്ന് മേടിക്കാൻ പോയതാണ്. അല്ല വാങ്ങിക്കുന്നേ. പ്രിന്റ് വേണമെന്നല്ലേ പറയണ. വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പ്രിന്റ് വേണമെന്നല്ലേ പറയണം. ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ നീ മൗസ് എടുത്ത് ഇതാക്കുമ്പോ ഓഫീസിൽ മൗസ് ഉപയോഗിക്കേണ്ട ചിലപ്പോ പുറത്താണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കാനാണ്, നീ വേറെ ഡൗൺലോഡ് ചെയ്യാനൊന്നും അതിനകത്തൊന്നുമില്ല. ഓഫീസിൽ നീ മൗസ് വേറെ ആവശ്യമില്ലാതെ ഉപയോഗിക്കാണ്ട് അപ്പം റിമൂവ് ചെയ്താൽ പാരന്റ് വിളിക്കുന്നത്. അങ്ങനെ അതിനകത്ത് പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് തന്നെ കയ്യിൽ വേണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വേറെ മൊബൈലിൽ തൊടാൻ നിൽക്കുമോ, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാന്നോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കാണിക്കാന്നോ ഓഫീസിൽ ചെക്ക് ചെയ്യുന്ന ആൾക്ക് അറിയില്ല. അയാൾ റിമൂവ് ചെയ്യും. പിന്നെ പാരന്റ് വിളിക്കണം. ഇതാണ് അങ്ങനെ കുറെ കണ്ടീഷൻ. അതുകൊണ്ട് ആ മൗസിൽ നിന്ന് പെട്ടെന്ന് കൈ എടുത്തോട്ടോ. പെട്ടെന്ന് നോക്കിയോ. പേജ് നമ്പർ 79 ആണോ? ആരോൺ കിട്ടിയാ? പേജ് നമ്പർ 79 ആണോ? 79 എക്സാമ്പിൾ 4.9. ഇന്ന് സമയം കളയരുത്. വെറും സമയം കളയല്ല. പെട്ടെന്നാണ് പിള്ളേർ അടിച്ചു പിടിക്കണം. ആൻസർ അടിച്ചു പിടിക്കണം. ചെയ്തോട്ടാ. പിള്ളേർ ഇത് കേൾക്കാൻ നിൽക്കണ്ടാട്ടാ. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയമാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയി. കിട്ടിയവര് ഹാൻഡ് റൈസ് ചെയ്തോ? ഐഡിയ കിട്ടിയിട്ട് ചെയ്യാൻ തുടങ്ങിയവര് ഹാൻഡ് റൈസ് ചെയ്തോ? എനിക്കൊന്ന് കാണട്ടെ. ഐഡിയ കിട്ടി ചെയ്യാൻ തുടങ്ങിയവര് ഹാൻഡ് റൈസ് ചെയ്തോ? ഓക്കെ, ചെയ്തു തുടങ്ങിക്കോ.
ഓക്കെ, കിട്ടിയാ? ശരി. അസ്നാ സുജീർ ഓക്കെ ആണോ? അപ്പൊ ഈ ജി ടർണായിട്ട് എടുക്കണോ? തൽക്കാലം ടണ്ണായിട്ട് എടുത്തു. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ എന്താ പറഞ്ഞത്? അതൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? നമ്മൾ ടണ്ണായിട്ട് എടുത്തു തൽക്കാലം. അങ്ങനെ ഷാമിനെ എന്തൊക്കെയുള്ള എന്ന് പറഞ്ഞേ. ക്വസ്റ്റ്യനില് മൊത്തത്തിൽ പറയട്ടോ, മൊത്തത്തിൽ പറ. ഒരു ക്രിക്കറ്റ് ബോള് എറിഞ്ഞു മറ്റേ സ്പീഡ് ഓഫ് 28 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ ഡയറക്ഷൻ 30 ഡിഗ്രിക്ക് മേളില്. എന്തൊക്കെയാ ലെറ്റർ പറഞ്ഞു? 28 എന്ന് വെച്ചാൽ സാർ 28 എന്ന് ആരാ ഉദ്ദേശിക്കുന്നത്? 28 എന്താ നമ്മുടെ ലെറ്റർ ഏതാ? സ്പീഡ് നമ്മുടെ ലെറ്റർ ഏതാ മോനെ? യു. യു ഈസ് ഈക്വൽ ടു അല്ല, നിനക്ക് ഇതൊന്നും ഇല്ലേ? നിന്റെ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുന്നത് എന്താ? ആരാ ഞാനാണോ? നീ എന്തേ മൊബൈലിൽ തൊട്ടോണ്ടിരിക്കണേ? മൊബൈലിൽ തൊട്ടോണ്ടിരിക്കണല്ലോ. നീ കൈ മാറ്റിക്ക എന്താ അവിടുന്ന്? ഇനി പറഞ്ഞോ. യു ഈസ് ഈക്വൽ ടു 28 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ ആംഗിള് 30 ഡിഗ്രി. തീറ്റ എന്ന് പറയടാ. തീറ്റ ഈസ് ഈക്വൽ ടു 30. പിന്നെ കാൽക്കുലേറ്റ് ദ മാക്സിമം ഹൈറ്റ്. എന്താ കണ്ടുപിടിക്കണ്ടേ? ഏതാ ലെറ്റർ? എച്ച് മാക്സ് കണ്ടുപിടിക്കണം. എന്താ ഫോർമുല നമ്മുടെ? യു സ്ക്വയർ സൈൻ സ്ക്വയർ ബൈ ജി. ഓക്കെ, എല്ലാ ആൾക്കാരും ഇല്ലേ? അപ്പൊ 28 സ്ക്വയർ സൈൻ സ്ക്വയർ 30 ബൈ തൽക്കാലം 10 കൊടുത്തോളാം. 28 സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ 30 സൈൻ 30 ഞാൻ നേരത്തെ കാണിച്ചത് വാല്യൂ നിങ്ങൾക്ക് അറിയാവുന്ന. കാൽക്കുലേറ്റർ ഉള്ളവർ കാൽക്കുലേറ്റർ ഉപയോഗിക്കുക. കാൽക്കുലേറ്റർ ഉപയോഗിക്കാത്ത ഇല്ലാത്തവർ കാൽക്കുലേറ്റർ ഉപയോഗിച്ചോ. കാൽക്കുലേറ്റർ 2G അല്ലേ? 2G അല്ലേ? 2G ആണല്ലേ? അബ്സല്യൂട്ട്ലി 2G ആണ്. 2G. അപ്പൊ 2 ഇൻറ്റു 2G ആട്ടാ ഫോർമുല നോക്കാൻ. 2G ആണ് ഫോർമുല. അപ്പോ സൈൻ സ്ക്വയർ 30 എന്ന് പറഞ്ഞാൽ സൈൻ 30 1/2 ആണ്. നിങ്ങൾ ബൈഹാർട്ട് ചെയ്യും, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ അടിച്ചു വെച്ചാൽ 0.5 എന്ന് കിട്ടും. എന്തായാലും കുഴപ്പമില്ല. അപ്പൊ സൈൻ സ്ക്വയർ 30 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? അതിന്റെ സ്ക്വയർ എടുക്കും. അപ്പൊ സൈൻ 30യുടെ സ്ക്വയർ എടുത്താൽ മതി എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ പഠിപ്പിച്ചതാ. ബൈ 20. ദാറ്റ് ഈസ് 28 സ്ക്വയർ ഇൻറ്റു സൈൻ 30 0.5ന്റെ സ്ക്വയർ ബൈ 20. So you are getting around 10 meter. ശരിയാണോ നോക്ക്. അറൌണ്ട് 10 മീറ്റർ. ചെറിയ മാറ്റം ഉണ്ടാവും. 9.8 കൊടുക്കുമ്പോൾ 10 കിട്ടും. ചെറിയ മാറ്റം ഉണ്ടാവും, പ്രശ്നമില്ല. ഡൗട്ട് വരണം. പ്രോബ്ലം ചെയ്യുമ്പോൾ ഡൗട്ടുകൾ വരണം. പ്രോബ്ലം ചെയ്യുമ്പോൾ ഡൗട്ടുകൾ വന്നാലാണ് നമ്മൾ ചെയ്യണതിന് ഗുണമുണ്ടാവും. സാർ ഈ സൈൻ 30 സ്ക്വയർ എങ്ങനെ എടുത്തെന്നൂടെ പറഞ്ഞുതരോ? പറഞ്ഞുതരാം. സൈൻ സ്ക്വയർ 30 ഉണ്ടല്ലോ. സൈൻ 30, ഈ സൈൻ സ്ക്വയർ 30 സൈൻ 30 വന്നതാണോ മനസ്സിലാവാത്തത് സന? ഈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ഞാൻ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. അപ്പൊ സൈൻ സ്ക്വയർ 30 നമുക്ക് കണ്ടുപിടിക്കാൻ പാടാം. നമുക്കതൊന്നും സാധനമില്ല. പക്ഷെ സൈൻ 30 നമുക്കറിയാം. അപ്പൊ സൈൻ സ്ക്വയർ 30ക്ക് വരെ നമ്മൾ എന്ത് ചെയ്തു? സൈൻ 30യുടെ സ്ക്വയർ ആണ് പറഞ്ഞത്. സൈൻ 30യുടെ വാല്യൂ എത്ര? 1/2 സ്ക്വയർ അല്ലെങ്കിൽ 0.5ന്റെ സ്ക്വയർ. രണ്ടും ശരി. 0.5ന്റെ സ്ക്വയർ ആണ് ബൈ 2.
അറൗണ്ട് 10 അല്ലേ നോക്കുന്നത്. 0.5 സ്ക്വയറിന്റെ ആദ്യം ഓരോന്നോരോന്ന് കാണാൻ നല്ലതാ. കാൽക്കുലേറ്റർ എല്ലാം ഒരുമിച്ച് തെറ്റുകളെ. Sir, 9.88. ആ മതി, 9.8 വർഷമായി. അടുത്ത എന്താ കണ്ടുപിടിക്കുന്നത്? കഴിഞ്ഞല്ലോ അല്ലേ? കഴിയാത്തതിന് വേണ്ടി പറഞ്ഞിട്ടോ സാറെ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അടുത്ത് ഞങ്ങൾക്ക് ആലോചിക്കാൻ സമയം കിട്ടിയില്ല സാറെ, കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു കേട്ടോ. എന്നാലേ ഞാൻ സ്ലോ ആവുള്ളൂ. അടുത്തത് ബി പാർട്ട്. കഴിഞ്ഞൊരു സി പാർട്ടും കഴിഞ്ഞു. കഴിഞ്ഞവര് പറഞ്ഞിട്ടോ പിള്ളേര്, ഫുള്ള് കഴിഞ്ഞവര് പറഞ്ഞു. ആൻസർ ഒരു കാരണവശാൽ നോക്കരുത് അതിനകത്ത്. നിങ്ങൾ പിന്നെ ചെയ്യണ്ട, നോക്കിയിട്ടാണ് പിന്നെ ചെയ്യുന്നത്. ഓക്കെ, തോമസേ പറഞ്ഞേ എന്തൊക്കെയുള്ള ഇതിനകത്ത്? അതിൻ്റെ ബി പാർട്ടിൽ ബി പാർട്ട് എടുത്തില്ല, ഞാൻ ഇത് തീർത്തോണ്ട്. പറയാതെ തീർത്തിട്ടില്ലാന്ന്. കഴിഞ്ഞിട്ടില്ലെങ്കിൽ പറ സാറേ, കഴിഞ്ഞിട്ടില്ലാന്ന് പറ. അത് കഴിഞ്ഞില്ല. ഓക്കെ ശരി, പറഞ്ഞേ ആദ്യം പൂജിവേ പറഞ്ഞേ എന്താ ഉള്ള ബി പാർട്ടിന്? കഴിഞ്ഞ തോമസ് കഴിഞ്ഞാ ബി പാർട്ട് തുടങ്ങിയോ? വേണ്ടേ Sir, T എടുക്കണം. എന്താ പറഞ്ഞിരിക്കുന്നേ? Time taken to return to the same level. എന്താ അർത്ഥം? ടൈം ടേക്കൺ ടു റിട്ടേൺ ടു സെയിം ലെവൽ എന്താ അർത്ഥം? ആദ്യം പൂജിവേ ആ സെയിം ലെവലിലേക്ക് റിട്ടേൺ ചെയ്യാൻ എടുക്കുന്ന സമയം. അതായത് എവിടെ വന്ന് ചാടണം? പറ്റി എഫ് എടുക്കണം. എവിടെ വന്ന് ചാടണം? സെയിം ലെവലിൽ വെച്ചാ നിലത്ത് വന്ന് ചാടണം. എറിയുന്ന സ്ഥലത്ത് തന്നെ വന്ന് ചാടണം. അതാണ് സെയിം ലെവൽ. അത് തിരിച്ചു മറിച്ച് നന്നാക്കണയാ. ടൈം ടേക്കൺ ടു റീച്ച് ദ സെയിം ലെവൽ. സെയിം ലെവലിൽ എറിഞ്ഞ അതേ അവസ്ഥയിൽ വന്ന് ചാടുമ്പോഴാണ് എ ടു സി. അതാണ് ടൈം. ആ ടൈമിലെ വരാൻ ടൈം ഓഫ് ഫ്ലൈറ്റ്. ക്ലിയർ അല്ലാത്തൊരു അപ്പം ചോദിച്ചോളൂ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഏത് എടുക്കണം, എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഏത് എടുക്കണം, ഇത് ഇമ്പോർട്ടന്റ്. അപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ കണ്ടുപിടിക്കുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ്. മനസ്സിലാവാത്തത് ചോദിക്കണോ പിള്ളേരെ? അപ്പൊ അത് ചോദിക്കണോ. ഏറ്റവും കുറിച്ചില്ല എന്ത് എടുത്തു എന്നുള്ളത്. സെയിം ലെവൽ എന്നുള്ള വാക്കുണ്ടോ? അപ്പൊ ഏതാ ഫോമുല? പറഞ്ഞേ തോമസേ, ഫോമുല പറയാം തോമസേ. ഫോമുല പറഞ്ഞ തോമസേ. ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഫോമുല TF. ഓക്കെ, അർഷത് പറയടാ. നീ ആ ബുക്കായിട്ട് വൈകിട്ട് കൊണ്ട് വാട്ടാ തോമസേ. ഞാൻ ഒന്ന് പേര് ബുക്കായിട്ട് വൈകിട്ട് ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞേ അർഷത് മുഹമ്മദ്. 2u sin theta by g. 2u sin theta by g. 2u sin theta by g. ഞാൻ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ നോക്കിക്കോളോ. 2u sin theta by g കുറെ ഓർമ്മയുണ്ട്. അപ്പൊ 2 into u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി 28 റൈറ്റ് into sin theta 30 by g 10. അപ്പൊ വീണ്ടും ഇത് എളുപ്പമുണ്ട്. 2 into 28 into sin theta 1/2 by 10. ഈ 2 into വെട്ടിക്കളയാം. 28 by 10 2.8 seconds.
എളുപ്പമായി പോയി. ഞാൻ അതുകൊണ്ടാ ചെയ്തേ. പറഞ്ഞോ മറ്റേ ഇക്വേഷൻ ചെയ്യാം. ഏതാ? ടി കണ്ടുപിടിച്ചിട്ട് പിന്നെ ഡബിൾ എടുക്കാൻ, അതാണോ? അല്ല യു സൈൻ തീറ്റ ബൈ ജി അല്ലേ ചോദിച്ചേ? ഇതല്ലേ? ഇത് വെറുതെ ടൈം കണ്ടുപിടിക്കണല്ലേ? അത് പകുതി വരെ ഉള്ളൂ. നമ്മളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ടു സെയിം ലെവൽ, എറിഞ്ഞ സ്ഥലത്ത് തന്നെ തിരിച്ചു വരണം, എറിഞ്ഞ ലെവലിൽ തന്നെ തിരിച്ചു വരണം. അത് എവിടം വരെ? ഫുള്ള്. മറ്റേ പകുതി വരെയല്ലേ മണി, ഇത് പകുതി വരെയല്ലേ ഉള്ളൂ, പൊക്കം വരെ. ഇതാണ് ഫുള്ള്. ഡബിൾ എടുത്തില്ലേ നമ്മള്? ശരി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് കൈ നോക്കി. ആ ഓക്കെ. ഡയറക്ടർ കഴിഞ്ഞ ഒരു എക്സർസൈസിലേക്ക് എക്സസൈസ് 15 ഓക്കെ. ഓടി കഴിഞ്ഞ ഒരു എക്സർസൈസിലാട്ടോ, എക്സർസൈസ് 15 എക്സാമ്പിൾ അല്ലാട്ടോ, എക്സർസൈസ്. ഇതിന്റെ സി ചെയ്യാണ്ട്. ആ സിജിയ കഴിഞ്ഞായിരുന്നാ പറഞ്ഞേ. കഴിഞ്ഞൊരു സംശയമില്ലാത്തത് പറയാം. അനന്തു പി എം സി പാർട്ട് പറഞ്ഞ പോലെ. അനന്തു പി എം സി പാർട്ട് എന്താ ചോദിച്ചാക്കണേ? സി പാർട്ട് ഡിസ്റ്റൻസ് ടോട്ടല്. ഡിസ്റ്റൻസ്. ആരെങ്കിലും ക്വസ്റ്റ്യൻ വായിക്കാത്തണ്ടി പറഞ്ഞോ. സി പാർട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ടില്ലാത്തണ്ടി പറഞ്ഞോ. സാറെ വായിച്ചിട്ടില്ല തുടങ്ങല്ലേ. നിങ്ങൾ വായിച്ച് ക്ലിയർ ആയിട്ട് ഞാൻ തുടങ്ങാവുള്ളൂ. വായിച്ചു കഴിഞ്ഞിട്ടില്ല പറഞ്ഞോ. എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ചിലപ്പോ മോളുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോവാ, സമയം പോകും ചിലപ്പോ. നിങ്ങൾ പറയണം, മടിക്കരുത്. അതിനകത്ത് പറ എന്താണ് വിളിക്കണ്ടേ? ടോട്ടൽ ഡിസ്റ്റൻസ്. പക്ഷെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഡിസ്റ്റൻസ് ഫ്രം ദ ത്രോയർ ടു ദ പോയിന്റ് വേർ ദ ബോൾ റിട്ടേൺസ് സെയിം ലെവൽ എന്ന് പറയാ. എ മുതൽ സി വരെ ആ ദൂരം, അതിന്റെ പേരാണ് R is equal to u square sin 2 theta by g 28 square into sin 2 into 30 by 9.8. 28 square. This is the ground. Sin 2 into 30 is 60 and sin 30 by 10. 28 square into sin 30 is root 3 by 2, the root 3 by 2 by 10. Sin 60 value root 3 by 2 നോക്കാം. അത് അറിയില്ലാത്ത sin 60 വെറുതെ കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുക. നോക്കി നോക്കിയോളൂ. നോക്കിയോ, root 3 by 2 ആദ്യം എത്രയാ നോക്കുക. root 3 by 2. അപ്പൊ root 3 എത്ര നോക്കുക. root 3 1.7 divide by 2 0.86. അപ്പൊ ശരിക്കും 28 square into root 3 by 2 0.866 by 10. അപ്പൊ 28 square 784. ചെയ്യുന്നവർക്കുണ്ടാവും, ചെയ്ത് നോക്കണം നിങ്ങൾ കാൽക്കുലേറ്ററിൽ. 0.866 by 10. അപ്പൊ 67 പോയിന്റ് കറക്റ്റാ. അറൗണ്ട് ചെറിയ മാറ്റം ഉണ്ടാവും, അത് നമ്മൾ 10 ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടും 678.9 by 10. അപ്പോ നമുക്ക് കിട്ടുന്നത് നിങ്ങൾ ബൈ 10 ചെയ്യുമ്പോൾ ഇങ്ങോട്ട് മാറ്റാം. 67.89
മീറ്റർ. സാർ പറഞ്ഞോ. സാർ എനിക്ക് കിട്ടിയ 69.27 മീറ്ററാ. കറക്റ്റ്. സാർ 67.42. ഒരു കുഴപ്പമില്ല, ഒന്നും പ്രശ്നമില്ല. അത് ഈ √3 എടുക്കണമെങ്കിൽ ചെറിയ മാറ്റം വരും, അതൊന്നും പ്രശ്നമാക്കണ്ട. ഒരു ഡൗട്ട്. പറഞ്ഞോ. സന പറഞ്ഞേ. സാർ 66.64 കറക്റ്റ് ആണോ? 66.66 കുറച്ച് താഴെ പോയില്ലോ അത്. അപ്പൊ എവിടെയാ വാല്യൂ മാറ്റിട്ട് കൊടുത്തേ? എത്രയാ റേഞ്ചിൽ കൊടുത്തേ? അല്ല, ഞാൻ ആ 28നെ √3/2 കട്ട് ചെയ്തു. അപ്പൊ 28 × 14 × 1.7 ഡിവൈഡഡ് ബൈ 10. അപ്പൊ 28 × 28 സ്ക്വയറിൽ 28 ഓരോരുത്തരെ കട്ടിട്ട് 14 ആയിരിക്കും. 14 × 28 × √3 എന്നല്ലേ? ബൈ 10 9.8 എത്ര കൊടുത്തേ? 10. കുഴപ്പമില്ല, ഇതൊന്നും കാര്യമാക്കണ്ട. അതൊക്കെ നിങ്ങൾ ചെയ്തൊക്കെ കറക്റ്റാണ്. എന്താണെന്നറിയാം, നിങ്ങൾ ഈ 1.77 എന്നൊക്കെ പറഞ്ഞ് കിടക്കുവേ, അതൊന്നും നമ്മൾ എടുക്കൂലാത്തതിന്റെ കുറവാ. അതൊന്നും നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ജസ്റ്റ് കറക്റ്റാണ്. പിന്നെ വേറെ ആരാ ചോദിച്ചേ? ഡൗട്ട്. പറഞ്ഞോ ഗൗരിയെ. sin 2θ എന്നുള്ളത് 45 ആണ് കണ്ടുപിടിച്ചിട്ടില്ലേ? അത് കേട്ടോ മോളെ, ചോദിച്ചോട്ടെ, നല്ല ചോദ്യാ. അതായത് sin 2θ അത് എപ്പോഴാണെന്നറിയോ? മാക്സിമം ദൂരത്തെറിയുമ്പോ മാത്രം. ഒരാൾക്ക് എറിയാവുന്ന മാക്സിമം ദൂരം എത്താൻ വേണ്ടി അയാൾ എടുത്താൽ ഏത് ആംഗിൾ എടുത്താൽ 45 എന്ന് പറഞ്ഞ ആംഗിൾ എടുത്താൽ അയാൾക്ക് മാക്സിമം ദൂരം എറിയാമെന്ന് നമ്മളത് കണ്ടുപിടിച്ചതാ. അല്ല, അയാൾ അങ്ങനെ എറിയണമെന്ന് നിർബന്ധമില്ല, അതൊരു സ്പെഷ്യൽ കേസ് മാത്രം. കണക്കിൽ പല ടൈപ്പ് വരാം, 30 എറിയും, 10 എറിയും, 20 എറിയും. പക്ഷെ കൃത്യമായി നിങ്ങളോട് ചോദിക്കുകയാണ്, അയാൾ എറിഞ്ഞത് അയാൾക്ക് എറിയാവുന്നതിന്റെ മാക്സിമം ദൂരത്തിൽ അയാൾ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്ത് എറിഞ്ഞത് പറഞ്ഞാൽ മാത്രം നമുക്ക് പറയാം അതെത്ര തീറ്റ 45 ആണെന്ന് പറയാം. അത് നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. ഗൗരി ചോദിച്ചൊരു ചോദ്യമാണ് എപ്പോഴും, അതാണ് ഞാൻ കണക്ക് ചെയ്യിക്കുന്നത്. എപ്പോഴും പ്രൊജക്ടൈലിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ സംശയം വരുന്നത് ഈ തീറ്റ നമുക്ക് 40 അല്ല, തീറ്റ 45 എടുക്കുന്നത് സ്പെഷ്യൽ കേസ് മാത്രം. അത് ഞാൻ പ്രത്യേകം പഠിപ്പിച്ച എന്ത്, നിങ്ങൾ എറിയുമ്പോൾ 45 എറിഞ്ഞാൽ മാക്സിമം ദൂരം പോകും എന്ന് ഞാൻ പഠിപ്പിച്ച രീതിയാണത്. അല്ല, ആരും അങ്ങനെ 45 എറിയുന്നത് യാതൊരു നിർബന്ധമൊന്നുമില്ല. ഓക്കെ, പറഞ്ഞോ. സാർ, നമ്മുടെ ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ അല്ലേ ചെയ്യണ്ടേ? അതെ. അപ്പോ അത് u² × 2 sin θ cos θ by g അല്ലേ? അല്ല മോനെ, അതിനെ മാറ്റിയിട്ടില്ല മോനെ, നമ്മൾ ഇങ്ങനെ ആക്കി. ഇതല്ലേ ഫൈനൽ ഫോം. ആ 2 sin θ cos θ മാറ്റി sin 2θ എഴുതാൻ പറഞ്ഞില്ലേ? അതാ ഫൈനൽ ഫോം. ഇതാ ഞാൻ ബൈഹാർട്ട് ചെയ്യാൻ പറഞ്ഞത്. നോക്കി, ഇതാണ് ബൈഹാർട്ട് ചെയ്യാൻ പറഞ്ഞത്. ഇത് ബൈഹാർട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങോട്ട് എത്തിയിട്ട് ഇത് ബൈഹാർട്ട്. മറ്റേ പഠിച്ചാലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ പാടാപ്പോ. ഞാൻ മറ്റേ പോലെ ചെയ്തപ്പോ 62.7. ഒരു കുഴപ്പമില്ല, അതാ ഞാൻ പറഞ്ഞത്. sin 45 അല്ല sin 30 2 × sin 30 × cos 30 by g ഒരു പ്രശ്നമില്ല. പഠിക്കാൻ എളുപ്പമേതാ നമുക്ക് sin 2. മറ്റേ അതുപോലെ sin 2θ പഠിച്ചാൽ നമുക്ക് θ 45 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫൈനൽ ഫോം ഏതാ നല്ലത്? u² sin 2θ by g ആണ് ഏറ്റവും. ഓക്കെ, ക്ലിയർ? അതിൽ എക്സാമ്പിൾ എക്സർസൈസിലേക്ക് പോ. 15 ഒരുപാട് സംശയങ്ങൾ പിള്ളേർക്ക് വരും. സംശയത്തെ എക്സാമ്പിൾ 15 പോലെ പേജ് നമ്പർ 87 എക്സർസൈസ് 15 4.15. ഐഡിയ കിട്ടിയാൽ ഹാൻഡ് റൈസ് ചെയ്യും. അസ്ന ഓക്കെ, ആരാണോ? ശ്രദ്ധിക്കണം, അപകടം ഉണ്ടാക്കരുത്, ശ്രദ്ധിക്കണം. അത് ഐഷ ഓക്കെ. കഴിഞ്ഞവർ ആ തൊട്ട് താഴെ ചോദ്യം ഉണ്ട്, അത് ചെയ്തോ. കഴിഞ്ഞവര് ഞാൻ പറയുന്നത് വരെ 16.
Sir, 4.15. 15. ഓക്കെ, നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ച് ട്രൈ ചെയ്തു, അപ്പൊ ഒരു നോക്കാം. ഇതേ ബാസിലെ എന്തൊക്കെയാ പോലെ തന്നാൽ എന്തൊക്കെയാ പറഞ്ഞേക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, അത് തെറ്റാൻ സാധ്യത ശ്രദ്ധിക്കണം പറഞ്ഞു. ഞാനത് മിണ്ടാതിരിക്കണേ. ക്വസ്റ്റ്യൻ നിങ്ങൾ എത്രത്തോളം വായിക്കണം അത്ര ശ്രദ്ധ പറയടാ. എന്താ തന്നാക്കണം, എന്താ ചെയ്യണ്ടത്? ഒരു സീലിംഗ് ഉണ്ട് 25 മീറ്റർ മേളില്. സീലിംഗ് ഉണ്ട്, ശരി. ഒരാൾക്ക് 40 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡില് അതിന്റെ മേളില് ബോൾ കൊള്ളിക്കാണ്ട് എന്തോ ഒരു ഇതില് അറിയാൻ പറ്റുന്നു. അതെ അതെ അതെ, കറക്റ്റ് ആണ്. ചോദ്യം വായിക്കുന്ന രീതി കറക്റ്റാ. ഒരാൾ 40 മീറ്റർ പെർ സെക്കൻഡിൽ ബോൾ എറിയണം. അപ്പൊ ഇത് പ്രൊജക്ടൈലാണ്. കേൾക്കുന്നത് മനസ്സിലാവും, പരീക്ഷ കേൾക്കുമ്പോൾ മനസ്സിലാവണ്ടേ? എറിഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ടൈലാണ്. അതിന് മേളിൽ മുട്ടാതെ ഇങ്ങനെ പോയി 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 ഇങ്ങനെ മേളിൽ മുട്ടരുത്. ഇങ്ങനെ വന്ന് ചാടണം. എത്ര എന്ത് കണ്ടുപിടിക്കാതെ എത്ര ദൂരം ചോദ്യം. മേളിൽ മുട്ടരുത്. പറഞ്ഞു. ആ സ്റ്റേഡിയത്തിൽ മുട്ടാണ്ടിരിക്കുമ്പോ 25 മീറ്റർ ആവില്ലല്ലോ എന്റെ ദൂരം, മാക്സിമം ഹൈറ്റ്. മാക്സിമം ആയിട്ട് 25 വരാവുള്ളൂ. അതിന് തൊട്ട് താഴെ നിന്നോളണം. അതിന് കൂടുതൽ പോരുത്. ജസ്റ്റ് അവിടെ വരെ നമുക്ക് എടുക്കാം. 25 പൊക്കം നമുക്ക് എടുക്കാം, പ്രശ്നമില്ല. അതിന് തൊട്ട് താഴെ നമുക്ക് പറയാം. എന്നിട്ട് ആൻസർ കണ്ടുപിടിച്ചപ്പോ തൊട്ട് താഴെ നമുക്ക് പറയാം. ഞാൻ കാണിച്ചു സെന്റൻസ്. അത് ചോദിച്ചാൽ ദുൽഫുക്കാർ ചോദിച്ചൊരു ഇമ്പോർട്ടന്റ് ഐഡിയ. സാർ നമുക്ക് 25 എടുക്കാൻ പറ്റില്ല, കാരണം മുട്ടെന്ന് പറയുമ്പോൾ 25 എടുക്കാൻ പറ്റും. 24 ഒരു ഡൗട്ട് സാറേ, ഇതിനകത്ത് ഇപ്പൊ നമ്മള് 25 ഹൈറ്റ് വെച്ച് ആംഗിൾ കണ്ടുപിടിച്ചിട്ട് ആംഗിൾ കുറച്ച് കൊടുത്താൽ പോരെ? മതി, ആംഗിൾ ഒന്നും കുറച്ചു കൊടുക്കണ്ട. ഫൈനൽ ആൻസറിൽ ഇത്തിരി കുറച്ചാൽ മതി. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മാറ്റം വരുത്തുന്നത് ഫൈനൽ ആൻസറിലാണ്. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. 25 ഇട്ടിട്ട് അങ്ങോട്ട് ചെയ്യുക. എന്നിട്ട് ദുൽഫുക്കാർ ചോദിച്ച പോലെ, അനന്ത് ചോദിച്ച പോലെ, ഈ 25 വന്നാൽ ശരിക്കും വന്നാൽ 25 മാക്സിമം ആണ് പൊക്കം. അവിടെ മുട്ടരുത്. 25 എടുത്ത് ചെയ്യണോ എന്ത് ചെയ്യണമെന്നറിയോ? ഫൈനൽ ആൻസറിൽ അപ്പൊ എന്ത് പറയണം? അത്രയും വരുന്നത് അതിന്റെ തൊട്ട് താഴെ നിൽക്കണം. ഷുഡ് ബി ലെസ് ദാൻ എന്ന് പറയണം, അല്ലെങ്കിൽ മാക്സിമം നിൽക്കണം. ഇപ്പൊ 25 എടുക്കാതെ നമുക്ക് 24.9 എടുക്കണമെന്നോ 24.99 എടുക്കണമെന്നോ നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ 25 എടുത്ത് തന്നെ ചെയ്യണം. ആദ്യം ഞാൻ ചോദിക്കട്ടെ, ബാസിലെ എന്താ കണ്ടുപിടിക്കണ്ടേ? ഏത് ലെറ്ററാ കണ്ടുപിടിക്കണ്ടേ? ലെറ്റർ ഏതാ പോലെ? നമ്മുടെ ലെറ്റർ ഏതാ? എസ്. നമ്മുടെ പ്രൊജക്ടൈൽ എസ് എന്ന് പറഞ്ഞ ലെറ്റർ പഠിപ്പിച്ചോടാ. പ്രൊജക്ടൈൽ അല്ലേ പോലെ? പ്രൊജക്ടൈൽ ഏതാ കണ്ടുപിടിക്കുന്നത്? ആ അല്ല മുഹമ്മദ് ഇർഷാദെ പറഞ്ഞേ, ഏതാ കണ്ടുപിടിക്കുന്നത്? ഇർഷാദ് നോക്കിയിട്ടില്ലടാ.
എന്താണ് ചോദിച്ചത്? വാട്ട് ഈസ് ദ What is the maximum horizontal distance? എന്നുവെച്ചാ എയിൽ നിന്ന് സിയിലേക്ക്. What is the maximum horizontal distance? Horizontal distance എന്താണ് സാധനം? പൊക്കാണോ? അല്ല. പിന്നെ യു കോസ് തീറ്റ. റേഞ്ച് നിങ്ങളെ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം കേട്ടോ. വാട്ട് ഈസ് ദ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്? എത്രയാണ് അവൻ എത്താവുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്? അപ്പൊ മാക്സിമം കേൾക്കുമ്പോൾ ഗൗരി പറഞ്ഞത് വേഗം തീറ്റാഴ്ച കൊണ്ട് 45 എടുത്തേക്കരുത്. കാരണം അങ്ങനെ എടുക്കായിരുന്നു. എപ്പോഴാണെന്നറിയോ? ഈ സീലിംഗ് ഒന്നും തരാത്തപ്പോഴാണ് എടുക്കായിരുന്നു. പ്രത്യേകം നോട്ട് ചെയ്യണം. ഈ കണക്ക് വായിച്ച് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇർഷാദൊന്നും ക്വസ്റ്റ്യൻ വായിക്കണില്ല. ഒരു തവണ ക്വസ്റ്റ്യൻ ഇപ്പോഴും 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിൽ പഠിച്ച രീതിയിലാണ് നിൽക്കണേ. ഈ രീതി മാറാൻ പറ്റില്ല. അത് ഒരു ക്വസ്റ്റ്യൻ മാക്സിമം ഹൈറ്റ് ആണ്. ഇത് ഹൈറ്റ് ആണ് എങ്ങനെയാണ് പറഞ്ഞത്? എത്ര തവണ നീ അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ട്? ഇത് ഹൈറ്റ് ആണ് പറഞ്ഞത്. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്? കാര്യമായിട്ട് പ്രശ്നമില്ല എന്നുള്ള എനിക്കറിയാലോ. നിനക്ക് പ്രശ്നമില്ലാന്നറിയാം. ക്വസ്റ്റ്യൻ വായിക്കണില്ല. പഠിച്ചോ സീലിംഗ് ഓഫ് 25 ചുമ്മാ വായിക്കുക. 10ാം ക്ലാസ് വരെ അങ്ങനെ മതിയല്ലോ. അതും വേണ്ടായിരുന്നു കഴിഞ്ഞു കൊല്ലം. എന്നിട്ട് നിങ്ങൾ +1 കയറി സയൻസ് എടുക്കും. എന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കാൻ റെഡിയല്ല, നമ്മൾ പറയുമ്പോൾ ചെയ്യാൻ റെഡിയല്ല. ഇതൊന്നും നടക്കൂല പരിപാടി. വാട്ട് ഇസ് ദ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മാക്സിമം എന്ന് പറയുമ്പോൾ ശരിക്കും തീറ്റ 45 എറിയുമ്പോൾ മാക്സിമം. പക്ഷെ ഇവിടെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മുകളിൽ മുട്ടരുത്. ഇഷ്ടമുള്ള ആംഗിളൊന്നും അറിയാൻ പറ്റില്ല. മുകളിൽ മുട്ടണ പ്രശ്നമുണ്ട്. മുട്ടണ പ്രശ്നമില്ല. നമുക്ക് ഇഷ്ടമുള്ളതിൽ അറിയില്ലായിരുന്നു. അപ്പൊ ആറ് കണ്ടുപിടിക്കണം. തീറ്റ എത്ര? നമുക്ക് തീറ്റ ഒന്നും അറിയില്ല. ആറിന്റെ ഫോർമുല നമ്മൾ എഴുതുക. R = 2. എന്താ ഫോർമുല പറഞ്ഞേ ഇർഷാദെ? ആറിന്റെ ഫോർമുല സൗണ്ട് ഓൺ ആക്കടാ. ആദ്യം തന്നെ സൗണ്ട് ആണ്. എന്നിട്ട് നീ മറക്കുക. സാറിന് വിളിച്ച ആദ്യം തന്നെ. ആദ്യം തന്നെ ഇർഷാദ് വിളിക്കുക സാർ. അത് അങ്ങനെയാ പഠിക്കണ്ടേ. ഓൺലൈൻ ക്ലാസ്സിന് ഒരു സ്റ്റൈൽ ഉണ്ട്. ഇല്ലെങ്കിൽ ഓടൂലേത്. ഇല്ലെങ്കിൽ നീ ഇങ്ങനെ ഇരിക്കും. പാരന്റ് കുറച്ചുമ്പോ പറയും അവിടെ ഈ ക്യൂബിൽ ഓൺലൈനൊന്നും ഗുണമില്ല എന്ന് പറയും. എന്താ ഗുണമില്ലാത്ത? നിന്റെ പ്രശ്നമാണ്. അത് ഞാൻ സമ്മതിക്കൂല. പരിപാടി സമ്മതിക്കൂല. ഇങ്ങനെ വാണിംഗ് തന്നുകൊണ്ടിരിക്കും. മറ്റേ ബാച്ചുകാർക്ക് ഇങ്ങനെ വാണിംഗ് ഇല്ല. പറഞ്ഞോ സാറേ. യു സ്ക്വയർ ഇൻറ്റു സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ ജി. ഓക്കെ, ഇതാണ് ഫോർമുല. അതിൽ ആരുണ്ട് സാറേ? ആരാ നിനക്കുള്ളേ? ക്വസ്റ്റ്യൻ വായിച്ച നീ സൻഷാദെ. ആരാ ഉള്ളേ? ക്വസ്റ്റ്യൻ ആരാ തന്നാക്കണേ? അവൻ ക്വസ്റ്റ്യൻ വായിച്ചിട്ടില്ല. പറ സൻഷാദെ. അടുത്തവണ ഞാൻ വായിക്കുമ്പോൾ ഇർഷാദ് കിട്ടും കേട്ടോ. അടുത്ത ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറഞ്ഞ ആരാ ഉള്ളേ? യു ഉണ്ട്. യു എത്ര? യു 40 m/s. 40 m/s ഇനീഷ്യൽ വെലോസിറ്റി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജിനെ കുറിച്ച് നമുക്കറിയാം. 10 എടുത്തോ തൽക്കാലം. അവര് പറഞ്ഞിട്ടില്ല കേട്ടോ. പരീക്ഷയ്ക്ക് 9.8 എടുക്കാൻ അവർ പറഞ്ഞത്. ഓക്കെ, ഇനി പക്ഷെ എന്ത് വേണം? ഇനി തീറ്റ വേണം. തീറ്റ അറിയില്ല. അവിടെ പ്രശ്നം. അപ്പൊ തീറ്റ അറിയില്ല. ഇങ്ങനെ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അടുത്തേക്ക് പോകണം. പിന്നെ അവിടെ പറഞ്ഞാക്കാണ് തീറ്റ എത്രയില്ല നമുക്ക് എന്ന്. തീറ്റ ഇത് എത്രയിൽ എറിയാമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്രയാ മുട്ടാവുള്ള മാക്സിമം പോയി 25 മീറ്റർ. അപ്പൊ നമ്മൾ വേറെ കണ്ടീഷൻ എടുക്കാണ്. മാക്സിമം ഹൈറ്റ് വരാവുന്നത് h മാക്സിമം എത്രയാണ്? 25. തീറ്റ നമുക്ക് വേണം. പക്ഷെ മാക്സ് ഇങ്ങനെ തന്നെ എല്ലാ ഫിസിക്സിന്റെ കണക്കിലും നമുക്ക് ആദ്യം നിങ്ങൾ എന്താ എഴുതണം? 10ാം ക്ലാസ്സിലെ പോലെ ആദ്യം കണ്ടുപിടിക്കുന്ന സാധനത്തെ എഴുതണം. കണ്ടുപിടിക്കുന്ന സാധനത്തിന്റെ ഇക്വേഷൻ ഏതാന്ന് നോക്കണം. അത് വെച്ച് കാര്യങ്ങൾ എഴുതി വെക്കുന്ന ഒരു സാധനം ഉണ്ടാവില്ല. അയാൾക്ക് പകരം വേറെ ഐഡിയ തന്നിട്ടുണ്ടാവും. തീറ്റ തന്നിട്ടില്ല, അയാൾക്ക് പകരം വേറെ ഐഡിയ. ഇത്രേ ഉള്ളൂ ഫിസിക്സിലെ പ്രോബ്ലം. എല്ലാ പ്രോബ്ലം അങ്ങനെ വേറെ ഐഡിയ തന്നിട്ടുണ്ട്. h മാക്സിനെ കുറിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ യു ഇവിടെ മാറ്റമൊന്നുമില്ല. 40 തന്നെ m/s. ജിക്ക് ഇവിടെ മാറ്റമൊന്നുമില്ല. 10 തന്നെ. ഇനി നമുക്ക് h മാക്സിന്റെ ഫോർമുല എഴുതി നോക്കാം. h max = എന്താ ഫോർമുല പറഞ്ഞ ഐഷ? വാട്ട് ഈസ് ദ ഫോർമുല? വി ഹാവ് h max = പറഞ്ഞോ. h max = u square പറഞ്ഞോ. sin square theta by 2g. ഇതാണ് ഫോർമുല.
ഇതിനകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിനകത്ത് എല്ലാ ആൾക്കാരും ഉണ്ട്. അത് കൊടുത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? തീറ്റ കണ്ടുപിടിക്കാം. അപ്പൊ പിള്ളേർക്ക് മനസ്സിലായില്ല ചിലവർക്ക് എന്തിനാ ചെയ്തെടുക്കണം. ഈ തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി അതിനകത്ത് ഉള്ള സാധനങ്ങൾ വെച്ച് വീണ്ടും ഫോമുല ഉപയോഗിച്ച് നോക്കുക. അത് നമുക്ക് തീറ്റ കണ്ടുപിടിക്കാം. തീറ്റ കണ്ടുപിടിക്കുന്നത് ഏതാ? ഇതാണ് കണ്ടുപിടിക്കുന്നത്, സയൻസ് സ്ക്വയർ തീറ്റ. അപ്പൊ സയൻസ് സ്ക്വയർ തീറ്റ ആണ് നിൽക്കട്ടെ. ബാക്കി ആൾക്കാരൊക്കെ നമ്മൾ ഇപ്പോഴത്തേക്ക് വിട്ടോ. എച്ച് മാക്സ് ഇൻറ്റു ആർ ഐ ബൈ 2g ഡിവൈഡ് ബൈ യു സ്ക്വയർ സയൻസ് സ്ക്വയർ തീറ്റ. റൈറ്റ്? നമുക്ക് കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞിട്ട് മാറിപ്പോട്ടെ. ഞാൻ പല കാര്യങ്ങള് തെറ്റിപ്പോട്ടെ. ശ്രദ്ധിച്ചോളാം. എനിക്ക് എപ്പോഴും സംശയമാണ്, എപ്പോഴും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഞാൻ എടുത്ത് നോക്കണതാണ്ടാ. എന്ന് ഞാൻ പല കുട്ടികളുടെ പല പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടാ വന്നെ. അപ്പൊ എച്ച് മാക്സ് ഇൻറ്റു 2g ബൈ യു സ്ക്വയർ. അപ്പൊ ഞാൻ എപ്പോഴും കേട്ടപ്പോഴേ സയൻസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു എച്ച് മാക്സ് 25 ഇൻറ്റു 2 ഇൻറ്റു 10 ബൈ യു സ്ക്വയർ 40 സ്ക്വയർ. അപ്പൊ വി ആർ ഗെറ്റിംഗ് ചെയ്ത് നോക്കുമ്പോ 25 ഇൻറ്റു 50 50 ഇൻറ്റു 500 ബൈ 16. ചിലക്ക് ചെയ്ത് നോക്കണ്ട പിള്ളേര് 5/16. അത് 5/16 കാൽക്കുലേറ്റർ അടിച്ചു നോക്കുക. .31 ആണ്. സോ വി ആർ ഗെറ്റിംഗ് 0.3125. സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 0.312. എന്താ കൃഷ്ണാനന്ദ കണ്ടുപിടിക്കണ്ടേ? ഈ രണ്ടാമത്തെ രീതിയല്ല. ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നില്ല. എന്ത് കണ്ടുപിടിക്കാനാണ് നമ്മുടെ എയിം? റേഞ്ചിൽ തീറ്റ ചെയ്യാൻ. അപ്പൊ തീറ്റ കണ്ടുപിടിക്കാനാണ് ഇപ്പത്തെ എയിം. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു കിട്ടി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ ശ്രദ്ധിച്ചോളണം. സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ എന്നാണ്. സൈൻ സ്ക്വയർ തീറ്റ അതാണ് 0.3125. നമുക്ക് വേണ്ട തീറ്റയാണ്. അപ്പൊ നമ്മൾ സൈൻ തീറ്റ ആദ്യം എടുക്കണം. സൈൻ തീറ്റ എടുക്കുമ്പോൾ റൂട്ട് എന്ന് എടുക്കണം. 0.312. സ്ക്വയർ റൂട്ട് ഓഫ് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കണം. എല്ലാ പറ്റൂല, എത്തൂല. CBSE-കാർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പൊ 0. അപ്പൊ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0.559. 0.559. അപ്പൊ തീറ്റ ഈസ് ഈക്വൽ ടു ആരാ പറഞ്ഞേ? സൈൻ തീറ്റ ഈസ് ഈക്വൽ 0.559. തീറ്റ ഈസ് ഈക്വൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആരാ പറഞ്ഞേ? മാത്സ് നമ്മൾ പഠിപ്പിച്ചതാ ഈ ചാപ്റ്റർ തുടക്കം. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0.559. തീറ്റ ഈസ് ഈക്വൽ എങ്ങനെ എഴുതണേ? ആരാ പറഞ്ഞേ? സൈൻ ഇൻവേഴ്സ്. ദുൽഫിക്കർ പറഞ്ഞ സൈൻ ഇൻവേഴ്സ്. ഹാൻഡ് റൈസ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഒരു സാധനം ഞാൻ പഠിപ്പിച്ചിരുന്നു. സൈൻ തീറ്റ നമ്മൾ ഇത് ചെയ്തില്ലേ? ടാൻ തീറ്റ, നമ്മുടെ റെയിൻ ഫോളിങ് വെർട്ടിക്കൽ. സൈൻ ഇൻവേഴ്സ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് വീണ്ടും അടിക്കണം. ഷിഫ്റ്റ് അടിക്കണം. ഷിഫ്റ്റ് അടിക്കണം. സൈൻ ഇൻവേഴ്സ് അടിക്കണം. പുതിയ പിള്ളേർ ഇതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ. 0.5 36 ഡിഗ്രി 36.8. മറ്റുള്ളവർ പറഞ്ഞു 559 ആട്ടോ പിള്ളേർ. മറ്റുള്ളവർ പറഞ്ഞിട്ട് പിള്ളേരെ 33. ശരിയാ, അതാ കറക്റ്റ്. 33.9. തീർന്നോ? ആരോടെ തീർന്നോ? പണി തീർന്നോ? കഴിഞ്ഞ റേഞ്ചും കൂടെ ഇത് തീർന്നില്ല. ഇത് സബ്ബാണ്. ഇത് ചോദിച്ചിട്ടില്ല അവര്. നമ്മൾ നേരെ എങ്ങോട്ട് പോകണം? റേഞ്ചിലേക്കാ പോട്ടെ. ഉണ്ടോ? ചിലവർക്ക് തിരിയില്ലാന്നത്. തിരിയാതെ വരും ചിലവർക്ക്. എന്തിനാ ചെയ്യണേ? സാറ് അത് എടുക്കാൻ പറഞ്ഞു എടുത്തു, കാൽക്കുലേറ്റർ എടുക്കാൻ പറഞ്ഞു എടുത്തു, കുത്തി. ഒരു ഗുണമില്ല. നിങ്ങൾ ചുമ്മാ ഇരിക്കാന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇത് റേഞ്ചിലേക്ക് കൊണ്ടിട്ട് കൊടുക്കും. നേരെ ഫോർ R is equal to അതിനു വേണ്ടി അത് പണിക്കെടുത്ത് യു സ്ക്വയർ സൈൻ എന്താ പറയണത്? ഫോർമുല യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. പറഞ്ഞോ?
Sir, എനിക്ക് കിട്ടിയത് 33.98 ആ. ഒരു പ്രശ്നമില്ല. ഡെസിമൽ ഒന്നും നിങ്ങൾക്ക് പ്രശ്നമില്ലെന്ന്. 33.9, 33.5, 33.1, 33.2 ഇതൊന്നും പ്രശ്നമാക്കണ്ട. അപ്പൊ യു സ്ക്വയർ 28, യു സ്ക്വയർ എത്രയാണ്? 40 സ്ക്വയർ ഇൻറ്റു സൈൻ 2 ഇൻറ്റു 33.9 divided by 10. 1600 into sine. ചെയ്ത് നോക്കണം. സൈൻ 2 into 33.9. 2 into 33.9. കാൽക്കുലേറ്റർ ഇല്ലാത്തത് ആൻസർ ചെയ്തിട്ട് കാൽക്കുലേറ്റർ വാങ്ങിച്ചോളാം. സൈൻ 67.8 by 10. ചെയ്ത് നോക്കണം. സൈൻ 67.8 0. അപ്പൊ കിട്ടിയിരിക്കുന്നത് 0.925. 1600 into 0.925 by 10. ആൻസർ നോക്കട്ടെ പിള്ളേർ, എന്റെ കൂടെ ചെയ്തു നോക്കട്ടെ കാൽക്കുലേറ്ററിൽ. ഞാൻ ചെയ്യുന്ന ആൻസർ ഒന്നും കൃത്യമാണ്, യാതൊരു നിർബന്ധമില്ല. തെറ്റും എന്റെ പ്രത്യേകിച്ച് എന്ന് ചിന്തയോടെ നിങ്ങൾ ഇരിക്കാവുള്ള എപ്പോഴും. സാധാരണ തെറ്റും ഡിവൈഡ് ഞങ്ങൾ മാറ്റില്ല. 148.13 മീറ്റർ എന്നാണ് എന്റെ കാൽക്കുലേറ്ററിൽ ഞാൻ ചെയ്തത് കിട്ടിയത്. ഞാൻ എവിടെ മാറിപ്പോടുന്നു എനിക്കറിയാം. നിങ്ങൾക്കും അത് തന്നെ കിട്ടിയില്ലേ പറഞ്ഞു. സാർ എങ്ങനെ കിട്ടി? സാറ് മാറിപ്പോയി. സാർ എന്തെങ്കിലും. അപ്പൊ ഇത്ര മീറ്റർ ആണ് ആൻസർ കിട്ടിയത്. റൈറ്റ്. സാർ 148. 148 കറക്റ്റ് ആണോ? 148 കറക്റ്റാ. പിന്നെ 148 കറക്റ്റ് ആണ്. കറക്റ്റ് ആൻസർ. ഓക്കെ. രസം എന്താന്ന് വെച്ചാലേ ഇതൊക്കെ ശരിക്കും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ചെയ്യണുള്ളൂ. 16ാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ ഞാൻ ചെയ്യണില്ല. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ജയിച്ചിട്ടില്ല. നിങ്ങൾ കുറച്ചു പേർക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ പറയണ ഈ മിനിമം എക്സ്ട്രാ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് സംശയമൊക്കെ ചോദിക്കണം. എല്ലാം ചിലപ്പോൾ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യില്ല. ഞാൻ എല്ലാ ടൈപ്പും വരുന്ന 1-2 പ്രോബ്ലം ജയിക്കാനേ നമുക്കൊരു സാധിക്കും. ഞാൻ നീങ്ങൂല. കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ അത്ര സമയമുള്ളൂ. പിന്നെ എൻട്രൻസ് ഓറിയന്റഡ് പോവാന്ന് പറയുന്നത് ഒരു ലിമിറ്റ് ഉണ്ട്. ബോർഡ് എക്സാമിന് ആവശ്യമായ പ്രോബ്ലം ഒക്കെ ഞാൻ ചെയ്യും. അത് നമ്മൾ അവസാനമാകുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് ബോർഡിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അറിയേണ്ടി അതൊക്കെ എടുത്തിട്ട് വെച്ചിട്ട് തന്നെ ഈ പ്രോബ്ലം ഉണ്ടാക്കിയാണ് കേട്ടോ. ഏത് ചെയ്യണം തീരുമാനിക്കണം. ഓക്കെ. അപ്പോ എൻട്രൻസ് ഓറിയന്റഡ് കുറച്ച് ഐഡിയ ഒക്കെ ഞാൻ തരും ബോധപൂർവ്വം. ശരി, ഇനി നമ്മളത് തൽക്കാലം അവിടത്തേക്ക് നമ്മൾ വിടുക. നാളെയല്ല നമുക്ക് സർക്കുലർ മോഷൻ എന്ന് പറയും. ഇന്നിപ്പോ നിങ്ങൾക്ക് സ്കൂൾ തുടങ്ങും. അപ്പൊ ഞാൻ ചെറുക്കാൻ 3:45 വരെ എടുക്കുന്നുള്ളൂ. അടുത്ത ഹെഡിങ് പിള്ളേരെ കൊടുത്ത പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് തൽക്കാലം ലീവ് ചെയ്യണം. അടുത്ത ഹെഡിങ് പിള്ളേരെ കൊടുത്ത സർക്കുലർ മോഷൻ എന്തിനെ പഠിപ്പിച്ചില്ലേ? സർക്കുലർ മോഷൻ പഠിക്കാണ്ടെന്ന്. അതാണ് അടുത്ത് ലാസ്റ്റ് സർക്കുലർ മോഷൻ. നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ കാര്യമായിട്ട് പറയണില്ല. പക്ഷെ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ സാധനമുണ്ട് പരീക്ഷയ്ക്ക് കഴിഞ്ഞ കൊല്ലത്ത്. അത് നമ്മളിപ്പോ നോക്കണില്ല തൽക്കാലം. അവസാനം വരുമ്പോഴത്തേക്ക് നോക്കാൻ നോക്കി. പക്ഷെ ഇത് പഠിക്കാതെ പറ്റില്ല സർക്കുലർ മോഷൻ. നാളെ നിങ്ങളെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. എന്താണെന്നറിയാം? നാളത്തേക്ക് നിങ്ങൾ വരുന്നത് ഒരു നൂല്, നമ്മൾ തയ്ക്കണ നൂലുണ്ടല്ലോ, സ്റ്റിച്ചിങ്, അത് തന്നെ. ആ നൂല് വള്ളി, പ്ലാസ്റ്റിക്കിന്റെ വള്ളിയല്ലാത്ത സാധാ സിമ്പിൾ ആയിട്ടുള്ള കനം കുറഞ്ഞ നൂല്. അതിന്റെ താഴെ എന്തെങ്കിലും ഒരു സാധനം, റബ്ബറോ നമ്മുടെ എറൈസർ ഉണ്ട്, ചെറിയ കനം കുറഞ്ഞ, ചെന്ന് ഇടിച്ചാൽ പരിക്ക് കേൾക്കില്ലാത്ത ബോളോ, കല്ലൊന്നും കെട്ടരുത്. ഇത്ര നൂല്, ഇത്ര നീളത്തില് ഒരു നൂല്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കട്ടെ. അതിനകത്ത് തുമ്പത്ത് ഒരു എറൈസർ ഉണ്ടല്ലോ, റബ്ബർ അല്ലെങ്കിൽ കട്ടറോ നമ്മുടെ ഷാർപ്പനർ ഉണ്ട്. അങ്ങനത്തെ കനം കുറച്ച് എന്തെങ്കിലും സാധനം ഒന്ന് ചെറുതായിട്ട് കെട്ടി തൂക്കിയിട്ട് നമുക്ക് കറക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ കറക്കാൻ തെറിച്ചു പോയത് എന്ന് കറക്കാൻ വേണ്ടി അതൊന്ന് കെട്ടി റെഡി ആയിട്ട് കൊണ്ടുവരാം കേട്ടോ. എല്ലാവരുടെയും കയ്യിലും ഉണ്ടാവും. ഓക്കെ. ഞാൻ സർക്കുലർ മോഷനാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹെഡിങ് സർക്കുലർ മോഷനിൽ ഞാൻ
4 മിനിറ്റ് കൂടെ ഉണ്ട്, എടുക്കുകയാണ്. സർക്കുലർ മോഷൻ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. ഇതാണ് സർക്കിൾ. സപ്പോസ് ഒരു സർക്കിളിൽ കറങ്ങിക്കൊണ്ടിരിക്കും. സപ്പോസ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സപ്പോസ് വല്ല ഇക്വേഷനാണ്, പുതിയ ചെറിയ ഇക്വേഷൻ. ഇതാണ് അവന്റെ റേഡിയസ്. ഇതൊക്കെ അവന്റെ റേഡിയസ് ആണ്. നിങ്ങൾക്കറിയാം, ചുറ്റും അവന്റെ റേഡിയസ്. എവിടെ എടുത്താലും അവന്റെ റേഡിയസ് ആണ്. കറങ്ങിക്കൊണ്ടിരിക്കുക. ഇവൻ കറങ്ങുന്നത് ഇങ്ങനെ കറങ്ങുന്നു, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇനി കേട്ടോ, ഞാൻ 2 പോയിന്റ് എടുത്തു. നേരത്തെ ഒരു പോയിന്റ് ഞാൻ എന്ന് എടുത്തു, ഈ പോയിന്റ് ഞാൻ എന്ന് എടുത്തു, ഈ പോയിന്റ് ഞാൻ ബിന്ന് എടുത്തു. അപ്പൊ കറങ്ങി എയിൽ നിന്ന് എവിടെ എത്തി? ബിയിലെത്തി. ഓക്കെ, ഇവിടെ ഇതിനെ ഞാൻ തീറ്റ എടുത്തു. തീറ്റ, ഈ ആംഗിൾ, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കിയല്ലോ. എ മുതൽ ബി വരെ ഇവനൊരു ആംഗിൾ ഉണ്ടാക്കി. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് എ മുതൽ ഈ ബി വരെ എന്ന ഭാഗത്തെ എന്ത് പേരിട്ടാ വിളിക്കണേ? ആരെങ്കിലും പറയാമോ? സർക്കിൾ എ മുതൽ ബി വരെയുള്ള ഭാഗത്തെ എന്ത് പേരിട്ടാ വിളിക്കണേ? സർക്കിളിൽ എന്തെന്ന് വിളിക്കും? ദുൽഫുക്കാരെ, സർക്കിളിൽ എന്തെന്ന് വിളിക്കും? ആർക്ക് എന്ന് വിളിക്കും. ആർക്ക്. ഇവിടെ ആർക്ക്. എന്റെ കൂടെ കേട്ടോ, ഞാൻ പ്രത്യേകിച്ച് പിന്നെ വേറെ സമയം തരില്ല എന്നറിയാലോ. എന്റെ കൂടെയാണല്ലോ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നല്ലേ. കുറച്ച് പേർ ഇങ്ങനെ ഇരിക്കണ്ട, അതാണ് ചോദിച്ചു. ഐഷയൊക്കെ വരയ്ക്കണ്ടോ? ഐഷയൊക്കെ വരയ്ക്കണിട്ട് ഞാൻ കണ്ടില്ല. ഞാൻ ചോദിക്കണേ. ഞാൻ ഈ ബോർഡ് ബുക്ക് കാണുന്ന പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ ട്രെയിൻ ചെയ്യാനാ. ഓക്കെ, ട്രെയിൻ ചെയ്യാനുണ്ട് ഒരുപാട്. കാരണം ബിക്കോസ് നിങ്ങളുടെ മെത്തേഡ് മാറ്റമുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഇതെന്ന ആർക്കാണ്. ഇതിന് ആംഗിൾ എന്ന് വിളിക്കും. ആർക്കെങ്കിലും പറയാവോ? ഈ ആംഗിളും ആർക്കും തമ്മിലൊരു ഫോർമുല ആർക്കെങ്കിലും പറയാവോ? ആർക്കെങ്കിലും പറയാവോ? ചെറിയ ക്ലാസ്സിൽ പഠിച്ചാൽ ഫോർമുല, ആർക്കും ആംഗിളും തമ്മിലൊരു ഫോർമുല. കോഡ് ആംഗിൾ ഒക്കെ പഠിച്ച സമയത്ത് പഠിക്കുന്നത് ഞാൻ പറയാം. ഫോർമുല ഈസ് ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ഈ ആർക്കിന്റെ നീളം ഡിവൈഡ് ബൈ റേഡിയസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആംഗിൾ കിട്ടും. ഈ ഫോർമുല നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ പണ്ടത്തെയാണ്. പുതിയ കാര്യങ്ങൾ നാളെ നമുക്ക് പുതിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞൊരു സാധനം കെട്ടിയിട്ട് ബോർഡ് കറക്കാത്ത തെറിച്ച് പോകാത്ത രീതിയിൽ എന്തെങ്കിലും സാധനം കെട്ടിയിട്ട് നാളെ റെഡിയാക്കി പോലെ പിന്നെ സാധനങ്ങളെല്ലാം പഠിച്ചിട്ട് പ്രൊജക്റ്റിന്റെ ഐഡിയ ഒക്കെ പഠിച്ചിട്ട് പോയി. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ. Thank you, sir. 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 ഡൗട്ട് ഉള്ളവർ പറഞ്ഞോട്ടോ. ഡൗട്ടുള്ളവർ പേര് പറഞ്ഞോ.